ഇന്ന് റിഡക്റ്റയുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് രാജേഷാണ്. ഈ രാജേഷായിട്ട് നമ്മൾ ഇന്ന് കൊളാബ് ചെയ്യുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണ്. ലൈക്ക് ജെൻഡർ ബയസ് ഇൻ സയൻസ്, ഫെമിനിസ്റ്റ് ഫിലോസഫി, ഇങ്ങനെ ഒരു സെറ്റ് ഓഫ് ടോപ്പിക്സ് ആണ്. കാരണം ഇത് ചെയ്യാനുള്ളൊരു റീസൺ എന്ന് വെച്ചാൽ നമ്മൾ റീസെൻ്റ്ലി ക്ലബ് ഹൗസിലൊക്കെ ഈ വിഷയം എടുത്തിട്ടപ്പോൾ ഈ സ്വതന്ത്ര ചിന്തയിൽ നിന്ന് ഭയങ്കര ഒരു പുഷ് ബാക്ക് നേരിട്ടല്ലേ രാജേഷ്? അപ്പം നമ്മൾ വിചാരിച്ചു ഇതൊന്ന് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒരു ടോപ്പിക്കാണ്. കാരണം ഇത് ആളുകൾ അത്ര പരിചിതമല്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ഈ ഒരു വീഡിയോ എങ്ങനെ ചെയ്യാന്ന്. രാജേഷ്. അതെ. അപ്പം താങ്ക്സ് എന്നെ വിളിച്ചതിന്. പിന്നെ ആദ്യം തന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ, ഓൾറെഡി റിഡക്റ്റോയ്ക്ക് ഒരു വോക്ക് ചാപ്പയുണ്ട്. അപ്പം ഈ പ്രസന്റേഷൻ കഴിയുന്നതോടുകൂടി അതങ്ങോട്ട് പതിഞ്ഞ് കിട്ടും. അത് കുഴപ്പമില്ല എന്ന് വിശ്വസിക്കുന്നു. അത് കുഴപ്പമില്ല. ഇവിടെ ബേസിക്കലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വോക്ക് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വോക്ക് ചാപ്പ തന്നു, അല്ലെങ്കിൽ കമ്മി ചാപ്പ തന്നു, അല്ലെങ്കിൽ സംഘി ചാപ്പ തന്നു, ഇങ്ങനെ ചാപ്പ തന്നിട്ടറിയില്ല. പറയുന്ന പോയിന്റുകൾക്ക് എന്തെങ്കിലും റെഫ്യൂട്ടേഷൻസ് ഉണ്ടെങ്കിൽ പറഞ്ഞല്ലോ. അതെ, നമ്മുടെ ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചാല് ജെൻഡർ ജസ്റ്റിസിന്റെ വിഷയമാണ്. അപ്പൊ നമുക്ക് ജനറലി നമ്മൾ ഈ ജെൻഡർ ജസ്റ്റിസ് അല്ലെങ്കിൽ സോഷ്യൽ ജസ്റ്റിസിന്റെ സംബന്ധമായ എന്ത് വിഷയം പറഞ്ഞാലും, അത് ഫെമിനിസം ആയിക്കോട്ടെ, റേസിസത്തിനെ കുറിച്ച് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവസര സമത്വം, എന്ത് പറഞ്ഞാലും അപ്പൊ തന്നെ ആദ്യം വരുന്നത് ഇവൻ വോക്കാണ് എന്നുള്ളൊരു പ്രശ്നമാണ് ആദ്യം തന്നെ വരുന്നത്. ഇവൻ പോസ്റ്റ് മോഡേണിസ്റ്റ്, നിയോ മാർക്സിസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞ കുറെ സാധനങ്ങൾ വരും. അപ്പൊ അതുപോലെ അത് കിട്ടാൻ നല്ല സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ് ഇന്നത്തെ ഫെമിനിസ്റ്റ് എപ്പിസ്റ്റമോളജി അല്ലെങ്കിൽ ഫെമിനിസ്റ്റ് ഫിലോസഫി ഓഫ് സയൻസ് എന്ന് പറയുന്നതാണ് ടോപ്പിക്. അപ്പോ ഈ ഫെമിനിസ്റ്റ് ഫിലോസഫി ഓഫ് സയൻസ് എന്ന് നമ്മൾ അങ്ങനെ ജനറലി കേൾക്കാൻ വഴിയില്ല. ഫെമിനിസ്റ്റ് സയൻസ് എന്നുള്ളത് കുറച്ചും കൂടി ജനറൽ ആയിട്ട് ആൾക്കാർക്ക് മനസ്സിലാവും. അപ്പോൾ ഇതിന്റെ ഒരു ഡെഫിനിഷൻ എന്താന്ന് പറഞ്ഞിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം. അപ്പൊ ഇതിന്റെ ഡെഫിനിഷൻ ഇപ്പൊ കാണാം. സ്റ്റാൻഫോർഡ് എൻസൈക്ലോപീഡിയ ഓഫ് ഫിലോസഫിക്കകത്ത് പറയുന്ന ഡെഫിനിഷൻ: ഫെമിനിസ്റ്റ് എപ്പിസ്റ്റമോളജി ആൻഡ് ഫിലോസഫി ഓഫ് സയൻസ് സ്റ്റഡീസ് ദ വേസ് ഇൻ വിച്ച് ജെൻഡർ ഡസ് ആൻഡ് ought to influence our conceptions of knowledge, നോവേഴ്സ് ആൻഡ് പ്രാക്ടീസസ് ഓഫ് എൻക്വയറി ആൻഡ് ജസ്റ്റിഫിക്കേഷൻ. അപ്പം ഇത് നമ്മൾ ശാസ്ത്രം എങ്ങനെ നമ്മൾ സിന്തസൈസ് ചെയ്യുന്നു, അതിൽ സിന്തസൈസ് ചെയ്യുന്നത് ആരാണ്, അപ്പം അത് ജെൻഡർ എങ്ങനെയാണ് ഇതിനെ അഫക്ട് ചെയ്യുന്നത് എന്ന് പഠിക്കുന്ന ഒരു സംഗതിയാണ് ഈ ഫെമിനിസ്റ്റ് ഫിലോസഫി ഓഫ് സയൻസ്. ജെൻഡർ എങ്ങനെയാണ് ഇതിനെ അഫക്ട്, ഡസ് ആൻഡ് ഡോട്ട് എന്നുള്ളത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഇതിനെ എങ്ങനെയാണ് അഫക്ട് ചെയ്തിട്ടുള്ളതെന്നും എങ്ങനെയാകണം ഐഡിയലി ശാസ്ത്രം എങ്ങനെയാകണം, ജെൻഡർ ബയസ് ഇല്ലാത്ത ശാസ്ത്രം എങ്ങനെയായിരിക്കണം എന്നും പറയുന്ന ഒരു അപ്രോച്ചാണ് ഫെമിനിസ്റ്റ് ഫിലോസഫി ഓഫ് സയൻസ്. അപ്പോ ഇതിനകത്ത് ഒരു വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ ഫെമിനിസ്റ്റ് ഫിലോസഫി ഓഫ് സയൻസ് ഒന്നും ആരും പറയാറില്ല, ഫെമിനിസ്റ്റ് സയൻസ് എന്നൊക്കെ ആയിരിക്കും, അല്ല ഫെമിനിസ്റ്റ് ബയോളജി എന്നൊക്കെ ആയിരിക്കും പറയുന്നത്. അപ്പൊ ഇതിനകത്ത് ഒരു പ്രശ്നം, ഫെമിനിസം എന്നുള്ള വാക്കാണ് ഇതിനകത്ത് വലിയൊരു ഡേഞ്ചർ. കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് നേരിടുന്ന പ്രശ്നം എന്താണ്? എന്തുകൊണ്ടാണ് ഫെമിനിസം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്? ഫെമിനിസം എന്നുള്ള വാക്ക് കേട്ട് കഴിയുമ്പോൾ പിന്നെ ബാക്കി പറയുന്നൊന്നും ആരും കേൾക്കുന്നില്ല. പിന്നെ എല്ലാം ഒന്നും കേൾക്കുന്നില്ല. പിന്നെ അങ്ങോട്ടേക്ക് ഒന്നും ഒക്കെ ഒരു പറഞ്ഞിട്ട് കാര്യമില്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഫെമിനിസം എന്ന് പറയുന്നത് എന്തോ സ്ത്രീകളോടുള്ള ബയസാണ്, അല്ലെങ്കിൽ പുരുഷന്മാരെയൊക്കെ സ്ത്രീ വിരുദ്ധരാക്കുന്ന എന്തോ പരിപാടി. നമ്മുടെ ഒരു കൾച്ചർ, നമ്മുടെ സിനിമകളൊക്കെ നമുക്ക് അങ്ങനെ ഒരു ഇംപ്രഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഫെമിനിസം ഒരു മോശം സംഗതിയാണെന്നുള്ള പലരും പ്രതീക്ഷ കേട്ടിട്ടുണ്ടാവും. പലരും, സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത്. പലരും പറയും സ്ത്രീ പുരുഷ സമത്വത്തെ ഞാൻ അംഗീകരിക്കുന്നു, പക്ഷെ ഞാനൊരു ഫെമിനിസ്റ്റ് അല്ല കേട്ടോ, ഫെമിനിസ്റ്റ് ആണെങ്കിൽ എന്തോ മോശം കാര്യം എന്നുള്ള ഒരു പൊതുബോധം നമുക്കുണ്ട്. അപ്പോൾ ആ പൊതുബോധത്തിൽ നിൽക്കുന്ന ആൾക്കാർ ഫെമിനിസ്റ്റ് സയൻസ് എന്ന് കേൾക്കുമ്പോൾ നെറ്റി ചുളിക്കുന്നത് സ്വാഭാവികമാണ്. അത് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ഇതിനകത്ത് ഒരല്പം കൂടി ഡേഞ്ചർ ഉണ്ട്. എന്താന്ന് വെച്ചാൽ, നമ്മളുടെ നാട്ടിൽ ശാസ്ത്രം പ്രചരിപ്പിക്കുന്ന ആൾക്കാർ, ശാസ്ത്രം എങ്ങനെയാണെന്ന് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുന്ന, അല്ലെങ്കിൽ സ്യൂഡോ സയൻസിനെതിരെ സംസാരിക്കുന്ന കുറച്ച് ആൾക്കാർ, സയൻസ് കമ്മ്യൂണിക്കേറ്റേഴ്സ്, അവർ സയൻസ് ചെയ്യുന്നവരാണെന്നും തോന്നുന്നില്ല, സയൻസ് കമ്മ്യൂണിക്കേറ്റേഴ്സ്, അവർ നല്ലൊരു പ്രവൃത്തിയാണ് ചെയ്യുന്നത്. കാരണം മറ്റേ കപട ചികിത്സാ രീതികളെയൊക്കെ അവർ എതിർക്കുന്നുണ്ട് നന്നായിട്ട്. അതൊക്കെ വളരെ അപ്ലോഡബിൾ എഫേർട്ടാണ് അവരുടെ. പക്ഷെ ഈ ആൾക്കാര് ഇവരുടെ ഒരു ഇംപ്ലിസിറ്റ് ബയസ് കാരണം ഈ ഫെമിനിസ്റ്റ് ഫിലോസഫി ഓഫ് സയൻസ് അല്ലെങ്കിൽ ഫെമിനിസ്റ്റ് ബയോളജി എന്നൊക്കെ കേൾക്കുമ്പോൾ ഇതൊരു സ്യൂഡോ സയൻസ് ആണ് എന്നുള്ള തെറ്റായ അശാസ്ത്രീയമായ വാദം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ശാസ്ത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടവർ തന്നെ ഇങ്ങനെ തെറ്റായ വാദം പറയുമ്പോൾ അതൊരു ഡേഞ്ചറാണ്. അപ്പൊ നമുക്കിത് പറയാതെ വയ്യ എന്നുള്ളൊരു അവസ്ഥയിലാണ് നമ്മളിത് പറയുന്നത്. ഓക്കെ, അപ്പം എനിക്ക് പ്രതീക്ഷയോട് ചോദിക്കാനുള്ള, നമ്മളിത് പറയുമ്പോൾ, അതായത് ഇങ്ങനെ ഒരു സംഗതി ഉണ്ട്, ഫെമിനിസ്റ്റ് ഫിലോസഫി ഓഫ് സയൻസ്, ഫെമിനിസ്റ്റ് അപ്രോച്ച് ഇൻ സയൻസ് ഉണ്ട് എന്ന് പറയുമ്പോൾ സാധാരണ കേൾക്കാറുള്ള നമുക്ക് ഇപ്പൊ എന്താണ് പ്രശ്നം ഇതിനകത്ത്, ഈ ഒരു വിഷയത്തിൽ എന്താണ് ആൾക്കാരുടെ പ്രശ്നം, പ്രതീഷിന്റെ ഒരു അനുഭവത്തിൽ പ്രതീക്ഷ നേരിട്ടുള്ള ക്രിറ്റിസിസം എന്തൊക്കെയാണ്? ഒന്നിതാണ്, നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഫെമിനിസ്റ്റ് സയൻസോ, സയൻസ് ഈസ് സയൻസ്,
സയൻസ് എന്ന് പറഞ്ഞാൽ സയൻസ് ആണ്. പിന്നെന്തോ അതിലെന്തോ ഫെമിനിസ്റ്റ് സയൻസ് എന്നൊരു രീതിയിൽ അതിനെന്തിനാണ് ഫെമിനിസം കൊണ്ടുവരുന്നത് എന്ന രീതിയിൽ പറയുന്നവരുണ്ട്. ചിലര് പറയുന്നത് നിങ്ങൾ എന്തിനാണ് ഈ ഒരു മോറൽ കാര്യം സയൻസിന്റെ അടുത്ത് കൊണ്ടുവരുന്നത്? സയൻസ് അങ്ങനെ മൊറാലിറ്റി ഒന്നുമില്ല. സയൻസ് ഈസ് ബ്രൂട്ടൽ ഫാക്ട്സ് പറയുന്ന ഒരു ഒരു സാധനമാണ് സയൻസ്. അപ്പോൾ അവിടെ ഈ മൊറാലിറ്റിയും പൊളിറ്റിക്സും ഒക്കെ കൊണ്ടുവന്ന് നിങ്ങൾ എന്തിനാണ് ഇതിനെ വഷളാക്കുന്നത്? ഇതൊക്കെയാണ് കോമൺലി കേട്ടിട്ടുള്ള സംഭവങ്ങൾ. ഇനിയും കുറെ കാണും. അതെ, ഉണ്ട്, കുറെ ഉണ്ട്. ഞാനതൊന്ന് കമ്പയർ ചെയ്തിട്ടുണ്ട്. ഞാൻ ജനറലി കേൾക്കുന്ന അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കാണുന്ന കുറെ ക്രിറ്റിസിസംസ് ഞാനൊന്ന് കമ്പയർ ചെയ്തിട്ട് ഇട്ടിട്ടുള്ളതാണ് ഇത്. ഇതൊക്കെയാണ് സാധാരണ കേൾക്കാറുള്ള സാധനം. ഇതൊക്കെയാണ് സാധാരണ കേൾക്കുന്നത്. എന്താ സയൻസ് എന്ന് പറഞ്ഞാൽ തന്നെ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം, ഒബ്ജക്റ്റീവ് ട്രൂത്തിനെ, നമ്മുടെ ഫിസിക്കൽ റിയാലിറ്റിയെ മനസ്സിലാക്കാൻ ഉള്ള ഒരു ഒബ്ജക്റ്റീവ് മെത്തേഡാണ് സയൻസ്. അപ്പം സയൻസ് ഫാക്ടുകൾ, ഇപ്പം പ്രതീക്ഷ പറഞ്ഞല്ലോ ബ്രൂട്ടൽ ഫാക്ട്സ്, ഫസ്റ്റ് സെന്റൻസിനെ അതാണ്. അത് ഫാക്ട് മാത്രം സ്റ്റേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ് അല്ലേ. അപ്പൊ അതിനകത്ത് നമ്മൾ എന്തിനാണ് ഫെമിനിസം കൊണ്ടുവരുന്നത് എന്നുള്ള, സയൻസ് ഓൾറെഡി പെർഫെക്റ്റ് ആണല്ലോ എന്നാണ് ആ ചോദ്യത്തിന്റെ അർത്ഥം. അല്ലെങ്കിൽ മെത്തഡോളജി ഓഫ് സയൻസ്, അത് നമുക്ക് ഒരു ഒബ്ജക്റ്റീവ് ട്രൂത്തിനെ മനസ്സിലാക്കാനുള്ള ഫ്ലോലെസ് ആയിട്ടുള്ള, നമുക്ക് മനുഷ്യരിൽ കഴിയാവുന്ന വിധത്തിൽ ഫ്ലോലെസ് ആയിട്ടുള്ള ഒരു മെത്തേഡ് ആണല്ലോ ഇത്, മെത്തഡോളജി ഓഫ് സയൻസ്. അപ്പം അതൊക്കെയാണ് പ്രധാനമായിട്ട് പറയാറുള്ളത്. പിന്നെ അടുത്തതെന്ന് പറയുമ്പം ഇതിനകത്ത് ഇതിന്റെ സൊല്യൂഷൻ, ഫെമിനിസം എന്നുള്ള സൊല്യൂഷൻ വെക്കുമ്പോൾ അവിടെ ഫെമിനിസം കൊണ്ടുവരുമ്പോൾ, ഫെമിനിസ്റ്റ് ഫിലോസഫി കൊണ്ടുവന്നാൽ അവിടെ ഫെമിനിസ്റ്റ് വയസ്സ് വരികയല്ലേ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. പൊളിറ്റിക്സ് കൊണ്ടുവരികയല്ലേ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. പിന്നെ ഈയിടെ കേട്ട ഒരു സംഗതി, ഫെമിനിസ്റ്റ് സയൻസ് എന്ന് പറയുന്നത് സ്യൂഡോ സയൻസ് ആണ്, അതൊരു മതം പോലെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അത് രസകരമായ ഒരു ക്രിറ്റിസിസം ആണ്. മതം പോലെയാണ് ഫെമിനിസ്റ്റ് സയൻസ് എന്ന് പറയുന്ന ഒരു സംഗതി. പിന്നെ പറയുന്നത് ഫെമിനിസ്റ്റ് ഫിലോസഫി പറയുന്നുണ്ട്, ഡൈവേഴ്സിറ്റിയെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഡൈവേഴ്സിറ്റി അല്ല സയന്റിഫിക് റിസർച്ചിന് വേണ്ടത്, നമുക്ക് വേണ്ടത് മെറിറ്റ് ആണ്. ഡൈവേഴ്സിറ്റി കൊണ്ടുവന്നാൽ മെറിറ്റ് പോയില്ലേ എന്നുള്ള ആ ഒരു ഡൈക്കോട്ടമി കൊണ്ടുവരുന്നുണ്ട്. പിന്നെ പ്രതീക്ഷ തന്നെ ഓൾറെഡി പറഞ്ഞു, ഇതിന് മോറൽ ഒബ്ലിഗേഷൻസ് ഒന്നും ഇല്ല, അതാണ് അടുത്ത് എഴുതിയിരിക്കുന്നത്. പിന്നെ ഏറ്റവും തമാശയായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം, ഇതൊരു നിയോ മാർക്സിസ്റ്റ് കോൺസ്പിറസി ആണെന്നുള്ളതാണ്. അതെ, എന്തൊരു വാക്ക് നിയോ മാർക്സിസ്റ്റ് കോൺസ്പിറസി, പോസ്റ്റ് അങ്ങനെയല്ല, നമുക്ക് ഇഷ്ടമല്ലാത്ത എന്തും നിയോ മാർക്സിസ്റ്റ്, അങ്ങനെയാണ്. അപ്പൊ ഞാൻ ഇതിന്റെ ഒരു സംഗ്രഹം, ഇങ്ങനെ കുറെ ക്രിറ്റിസിസം വരുന്നു. അപ്പൊ അതിശക്തമായ ക്രിറ്റിസിസം, ഭയങ്കരമായ ഒരു ദേഷ്യത്തോടെയുള്ള ഒരു ക്രിറ്റിസിസം ആണ് ഇതിന് വരുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു ജിസ്റ്റ് എടുത്ത് നോക്കിക്കഴിയുമ്പോൾ ശരിക്കും ഇവർ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, സയൻസ് ഇസ് പെർഫെക്റ്റ്, ഓക്കെ, ഒരു കുഴപ്പമില്ല, സയൻസ് ഒരു പ്രശ്നമില്ല. നമ്മൾ യു ഡോണ്ട് ഫിക്സ് സംതിങ് അൺലെസ് ഇറ്റ്സ് ബ്രോക്കൺ എന്ന് പറയുന്ന പോലെ, ഇതിനെ നമുക്ക് പ്രത്യേകിച്ച് ഇതിനകത്തൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, പെർഫെക്റ്റ് സാധനമാണെന്നാണ് ഫസ്റ്റ് ഒരു പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, ഇനി പെർഫെക്റ്റ് അല്ലെങ്കിലും ഫെമിനിസം കൊണ്ടുവന്ന ഇത് നശിക്കും. ഫെമിനിസം ഇത് ഹെൽപ്പ് ചെയ്യുന്നില്ല. അതാണ് ഞാൻ ഈ മീം ഇട്ട്, നീ തീർന്നു എങ്ങാനും ഫെമിനിസം പിടിച്ച സയൻസേ നീ തീർന്നടാന്നാ പറയുന്നത്. അത് മാത്രമല്ല ഇതും പറയാറുണ്ട്, അതായത് ആ സിസ്റ്റത്തിന് പ്രശ്നം ഉണ്ടെങ്കിൽ സയൻസ് സ്വയം അത് നന്നായിക്കോളും, നിങ്ങൾ ഈ ഫെമിനിസം കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല. പുറത്തുനിന്ന് ഒരു പൊളിറ്റിക്കൽ സാധനം എന്തിനു കൊണ്ടുവരുന്നു? പുറത്തുനിന്ന് സയൻസിന് പ്രശ്നം ഉണ്ടെങ്കിൽ സയൻസ് തീരുമാനിക്കും അത് ഫിക്സ് ചെയ്യുന്നത്, അങ്ങനെയാണ് പറയുന്നത്. കാരണം സയൻസ് എന്ന് പറയുന്നത്, അതാണ് അടുത്ത സ്ലൈഡ്. സയൻസ് എന്ന് പറയുന്നത് എന്തോ ഒരു വേറെ ഏതോ ലോകത്ത് സംഭവിക്കുന്ന, അല്ലെങ്കിൽ വളരെ റോബോട്ട്സ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു തെറ്റും ഒരു എററും സംഭവിക്കാത്ത മനുഷ്യർ ചെയ്യുന്ന, ദൈവതുല്യരായ ആൾക്കാർ ചെയ്യുന്ന സംഗതി പോലെയാണ് പറയുന്നത്. ഇതിപ്പോ ഞാൻ ഇത് ഇട്ടിരിക്കുന്ന എന്തോ നമുക്ക് നൂലിന്മേൽ കെട്ടിയിറക്കി മനുഷ്യർക്ക് എന്തെങ്കിലും ഒരു ദൈവത്തിന്റെ പടം കാര്യമാക്കണ്ട, ഒരു സൂപ്പർ നാച്ചുറൽ എൻറ്റിറ്റി, അതൊരു ഏലിയൻ ആയിക്കോട്ടെ, റോബോട്ട്സ് ആയിക്കോട്ടെ, ദൈവമോ എന്തെങ്കിലും ആയിക്കോട്ടെ, നൂലിൽ കെട്ടിയിറക്കി തരുന്ന സാധനം അല്ല സയൻസ്. സയൻസ് ചെയ്യുന്നത് മനുഷ്യരാണ്. നമ്മൾ ഈ സയൻസിന്റെ ഒരു നിർവചനം തന്നെ സിന്തസിസ് ഓഫ് നോളജ് എന്നുള്ളതാണ്. ഈ സിന്തസൈസ് ചെയ്യുന്ന ആരാണ്? മനുഷ്യരാണ്, അല്ലാതെ റോബോട്ട്സോ എന്തെങ്കിലും ഏലിയൻസോ ഒന്നും അല്ല. നമുക്കിത് ആരും നൂല് ഇറക്കി തന്നതും അല്ല. നമ്മൾ തന്നെ ഡിവൈസ് ചെയ്ത്, നമ്മൾ തന്നെ അതിന്റെ മെത്തഡോളജി ഉണ്ടാക്കി, നമ്മൾ തന്നെ പെർഫോം ചെയ്യുന്ന ഒരു കാര്യമാണ് സയൻസ്. അപ്പൊ ഇതൊരു ഈ മനുഷ്യർ ഈ സമൂഹത്തിലെ ബയസുകളും മൂല്യങ്ങളും ഒക്കെ ആർജിച്ച് വന്ന് ചെയ്യുന്നവരാണ്. അതാണ് പ്രശ്നം. അതെ, ഇത് രണ്ടും സമൂഹം, സൊസൈറ്റി എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് നിൽക്കുന്നു. സയൻസിന്റെ മെത്തേഡ്സും സയൻസിന്റെ എക്സ്പെരിമെന്റ്സും മറ്റൊരു ഡയമെൻഷനിൽ നടക്കുന്നു എന്നുള്ള ഒരു തെറ്റായ ധാരണ വളരെ പോപ്പുലർ ആണ്. പ്രത്യേകിച്ച് ഫാക്ട്സ് ഡോണ്ട് കെയർ അബൌട്ട് യുവർ ഫീലിംഗ്സ് അല്ലെ എന്നൊക്കെ പറയുന്ന കുറെ സയൻസ് കമ്മ്യൂണിക്കേറ്റേഴ്സ് ഈ പ്രശ്നമുണ്ട്. അവരുടെ വിചാരം സൊസൈറ്റിയുമായി ഒരു ബന്ധവുമില്ല സയൻസിന്. നമ്മൾ ബ്രൂട്ടൽ ഫാക്ട്സ് പറയുന്നു, അത് സൊസൈറ്റി നന്നാക്കാനൊന്നും വേണ്ടിയല്ല, സയൻസ് വേ ഓഫ് നോളജ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനെ രണ്ടിനെയും രണ്ട് സ്ഫിയറിലാണ് കാണുന്നത്. അത് ശരിക്കും ഒരു പ്രശ്നമാണ്. കാരണം എന്താന്ന് വെച്ചാൽ, അത് സത്യത്തിൽ ഈ പ്രസന്റേഷൻ മൊത്തത്തിൽ ആ ഒരു അപ്രോച്ച് എന്തുകൊണ്ട് തെറ്റാകുന്നു എന്നുള്ളതാണ് പറയുന്നത്. കാരണം
നമുക്ക് മനുഷ്യരാണ് ഇത് പെർഫോം ചെയ്യുന്നതെങ്കിൽ മനുഷ്യരുടെ ബയസ് അതിനകത്ത് വന്നിരിക്കും എന്നുള്ളതാണ്. ഇത് ഞാൻ വെറുതെ കഴിഞ്ഞിട്ട് പറയുന്നതല്ല, ഇതിന് സ്റ്റഡീസ് ഉണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ലിസ്റ്റ് ഓഫ് ബയസസ് ആണ് സയന്റിഫിക് റിസർച്ചിൽ ജനറലി കാണുന്നത്. ജനറലി ഉള്ളതാണ്, എപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് എനിക്കൊന്ന് സയൻസ് ആക്ച്വലി പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് കുറച്ചും കൂടി അറിയാൻ സാധിക്കും. ഇപ്പോ ഞാനൊരു 10 ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് ഇട്ടെന്നേ ഉള്ളൂ. ഇതിനകത്ത് തന്നെ നമുക്ക് പരിചയമുള്ളതുണ്ട്, ചിലപ്പം അത്ര പരിചയമില്ലാത്ത ബയസുകളുണ്ട്, ഇഷ്ടം പോലെ ബയസ്. കാരണം ഈ മെത്തഡോളജിയിലെ എല്ലാ സ്റ്റെപ്പുകളും നമ്മൾ ഹൈപ്പോത്തിസിസ് ഉണ്ടാക്കുന്നിടം മുതൽ ഒബ്സർവേഷനിലും അതിന്റെ ഇൻഫറൻസിലും ഒക്കെ തന്നെ നമുക്ക് ബയസ് ഉണ്ടെങ്കിൽ ആ ബയസ് അതിലേക്ക് നമുക്ക് ഇൻജെക്ട് ചെയ്ത് വിടാനുള്ള പഴുതുകൾ ഈ മെത്തഡോളജിയിൽ ഉണ്ടെന്നുള്ളതാണ് വാസ്തവം. അത് നമുക്ക് കുറെ എക്സാമ്പിൾസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഇതിനകത്ത് കുറെ അധികം ബയസ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ ഒരു സ്റ്റഡി ഞാൻ കോട്ട് ചെയ്തിട്ടുണ്ട്. അതൊരു ബയോമെഡിക്കൽ റിസർച്ചിൽ മാത്രം 235ഓളം ബയസുകളെ കുറിച്ച് പറയുന്ന ഒരു പേപ്പറാണ്. 2010 ഒരു പേപ്പറാണത്. ഇനി വേറൊരു സ്റ്റഡി ഞാൻ പറയാം. ഇതിനകത്ത് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ബയസ് ജെൻഡർ ബയസാണ്. ഇതിനകത്ത് വളരെ പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു ബയസാണ് ജെൻഡർ ബയസ്. അതുപോലെ റേഷ്യൽ ബയസും മറ്റൊരു പ്രോമിനന്റ് ആയിട്ടുള്ള ബയസാണ്. പിന്നെ ഇവിടെ ഒരു ഡൗട്ട് ആളുകൾക്ക് വരാൻ സാധ്യതയുണ്ട്. അതായത് ഇതിപ്പോ ഇവര് സയൻസിനെ കുറ്റം പറയാണോ, സയൻസ് കൊള്ളൂല, സയൻസ് മുഴുവൻ ബയസ് കൊണ്ട് നിറഞ്ഞ് നമുക്കിനി ഉപയോഗിക്കാൻ പറ്റാത്ത എന്തോ ഒരു സാധനമാണോ ഇവര് പറയുന്നത്? അങ്ങനെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അത് ഇത് നമ്മള് ശാസ്ത്രം എന്തിനാണ് ഉപയോഗിക്കുന്നത്? ശാസ്ത്രം നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്ക് ഈ ഒബ്ജക്റ്റീവ് റിയാലിറ്റിയെ മനസ്സിലാക്കാനും കാര്യങ്ങളെ പഠിക്കാനും വേണ്ടിയാണ് ശാസ്ത്രം ഉപയോഗിക്കുന്നത്. ബയസ് ഉണ്ടെങ്കിൽ നമുക്കറിയാം. നമുക്കൊരു ബയസ് ഉണ്ടെങ്കിൽ നമുക്ക് ഒബ്ജക്റ്റീവ് റിയാലിറ്റിയെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. നമ്മളൊരു ട്രാപ്പിലേക്ക് വീഴുകയാണ് അവിടെ. നമുക്ക് അതുകൊണ്ട് തന്നെ ഈ ബയസ് ഇല്ലാതാക്കുക എന്നുള്ള പ്രോസസ്സിനെ കുറിച്ചാണ് ഇവിടെ വിവരിക്കുന്നത്. ഫെമിനിസ്റ്റ് ഫിലോസഫി ഓഫ് സയൻസ് ജെൻഡർ ബയസ് എന്നുള്ള വളരെ പ്രോമിനന്റ് ആയ ബയസിനെ സയന്റിഫിക് റിസർച്ചിൽ നിന്ന് എങ്ങനെ ഇല്ലാതാക്കാം, ഇതാണ് ഇത് പറയുന്നത്. അപ്പോൾ സയൻസിനെ എങ്ങനെ ബെറ്റർ ചെയ്യാം, സയൻസിനെ നമ്മൾ ഈ ടൂൾ ഉപയോഗിച്ച് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ജെൻഡർ ബയസ് എങ്ങനെ ഇല്ലാതാക്കാം എന്നുള്ള ഒരു അപ്രോച്ചാണിത്. അപ്പൊ അത് സയൻസിനെ മോശമാക്കി കാണിക്കാനോ അല്ലെങ്കിൽ സയൻസ് മൊത്തത്തിൽ ബയസ്, വെറും സയൻസിന്റെ ആവശ്യമേ ഇല്ല എന്ന് പറയാനോ അല്ല, സയൻസിനെ ബെറ്റർ ചെയ്യാൻ. അതൊരു റഡ്ഗേഴ്സ് ഹാൻഡ് ബുക്ക് ഓഫ് ഫെമിനിസ്റ്റ് ഫിലോസഫി സയൻസ് എന്ന് പറഞ്ഞ ഒരു കുറെ അധികം ആൾക്കാരുടെ ഒരു ആർട്ടിക്കിൾ ഷെയർ ചെയ്യുന്ന ഒരു ഹാൻഡ് ബുക്ക് ഉണ്ട്, ഈ ഫെമിനിസ്റ്റ് ഫിലോസഫി ഓഫ് സയൻസിന്റെ ഒരു ഹാൻഡ് ബുക്ക്. ഹാൻഡ് ബുക്കിന്റെ ആമുഖത്തിൽ തന്നെ അവർ പറയുന്നുണ്ട്, നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നത് സയൻസിനെതിരെ സംസാരിക്കാനോ അല്ലെങ്കിൽ ഇതിനെ സയൻസിന്റെ മെത്തഡോളജി ഒക്കെ മാറ്റണം എന്ന് പറയാനോ ഒന്നുമല്ല. സയൻസിൽ ഇന്ന പ്രശ്നങ്ങളുണ്ട്, അതിനെ മാറ്റി അതിനെ കൂടുതൽ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അപ്രോച്ചാണിത് എന്നാണ് അവർ ക്ലിയർലി പറയുന്നത്. അല്ലാതെ സയൻസിനെ കുറ്റം പറിച്ചിലല്ല. അങ്ങനെ ചിലർക്ക് തോന്നുന്നത് നമ്മുടെ കുറ്റമല്ല. കാരണം ഇത് നമ്മൾ ഇതിനെ ക്രിട്ടിസൈസ് ചെയ്ത് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ക്രിറ്റിസിസം അർഹിക്കുന്നു എന്നുള്ളതാണ്, അതുകൊണ്ടാണ് ക്രിട്ടിസൈസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം, ഈ ജെൻഡർ ബയസിന്റെ ഒരു എക്സാമ്പിൾ പറയാം. അത് ഒരു സ്റ്റഡിയാണ് കോറീൻ മോസ്ട്രാക്യൂസിൻ 2012 നടത്തിയ, യൂണിവേഴ്സിറ്റിയുടെ പേര് ഞാൻ മറന്നുപോയി, യുഎസിലാണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ഒരു പഠനം നടത്തി. അതെന്താന്ന് വെച്ചാൽ ഒരു 127ഓളം റിസർച്ചേഴ്സ് സയന്റിസ്റ്റിന് ഒരു റെസ്യൂമെ അയച്ചു കൊടുക്കുന്നു. ഒരു റെസ്യൂമെ, അത് ഒരു ജോലിക്ക് വേണ്ടിയുള്ള റെസ്യൂമെയാണ്, ജോലി ആപ്ലിക്കേഷനാണ്. ഒരു ലാബോറട്ടറി മാനേജർ ആയിട്ടുള്ള ഒരു പോസ്റ്റിന് വേണ്ടിയിട്ടുള്ള റെസ്യൂമെ അയച്ചു കൊടുക്കുന്നു. അതിൽ റാൻഡമായിട്ട് ഈ 127 പേർക്ക് അയക്കുന്നതിൽ റാൻഡംലി ആ റെസ്യൂമയിൽ ആളുടെ പേര് മാറ്റുന്നു. ചില റെസ്യൂമയിൽ ജോൺ എന്നുള്ള പേരും ചില റെസ്യൂമയിൽ ജെനിഫർ എന്നുള്ള പേരും. എന്നിട്ട് ഇത്രയും 127 സയന്റിസ്റ്റുകളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഇതിനൊന്ന് മാർക്ക് ഇടുമോ? ഇതിനൊന്ന് മാർക്ക് ഇടണം. 2 ടാസ്ക്കാണ്. ഒന്ന് മാർക്ക് ഇടണം, ഔട്ട് ഓഫ് 7, ഒരു 7 എന്നുള്ള ഗ്രേഡിൽ എത്രയാണ് മാർക്ക് ഇടുന്നത്. നിങ്ങൾ ഇയാളെ ഹയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എത്ര ശമ്പളം കൊടുക്കും, ഇതും കൂടെ പറയണം. അപ്പൊ അതിന്റെ റിസൾട്ട് വന്നത് വളരെ രസകരമാണ്. എന്താന്ന് വെച്ചാൽ ജോൺ എന്നുള്ള റെസ്യൂമെയും സെയിം ആണ്, ജെനിഫർ, 2 റെസ്യൂമേ സെയിം ആണ്, പേരിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ജെനിഫറിന് കിട്ടിയത് ആവറേജ് 3 ഔട്ട് ഓഫ് 7, ജോണിന് കിട്ടിയത് 4 ഔട്ട് ഓഫ് 7. ജോണിന് കിട്ടിയ ശമ്പളം ആവറേജ് ശമ്പളം എല്ലാവരും പറഞ്ഞത് 30,000 സംതിങ് ആണ്. ജെനിഫറിന് കിട്ടിയത് 27,000 സംതിങ്. അപ്പൊ നമ്മളിത് മനസ്സിലാക്കേണ്ടത് ഈ സയന്റിസ്റ്റുകൾക്കിടയിലുള്ള ഇംപ്ലിസിറ്റ് ആയിട്ടുള്ള ബയസുകൾ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം ഇത് പറയുമ്പോൾ പെട്ടെന്ന് ആൾക്കാർ കരുതും ശാസ്ത്രജ്ഞരെല്ലാം സ്ത്രീവിരുദ്ധരാണെന്നാണോ പറയുന്നത് എന്ന്. അങ്ങനെയല്ല പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സ്റ്റഡിയിൽ തന്നെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള സയന്റിസ്റ്റുകൾക്കാണ് ഇത് അയച്ചു കൊടുക്കുന്നത്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരാണ് സ്ത്രീകൾക്ക് മാർക്ക് കുറച്ച് കൊടുക്കുന്നത്.
കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ വളർന്നു വന്ന പാട്രിയാർക്കൽ സൊസൈറ്റിയിൽ സ്ത്രീകൾ ശാസ്ത്രത്തിൽ അല്പം വീക്കാണ്, അവർക്ക് കെയറിങ്ങും നർച്ചറിങ്ങും ഒക്കെയാണ് പറ്റുന്നത് എന്നുള്ളൊരു ബോധ്യമുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടുള്ള ഇംപ്ലിസിറ്റ് അൺകോൺഷ്യസ് ബയസ് ആണ് ഇതിന് കാരണം. അപ്പൊ ഞാൻ അത് ഇവിടെ ഇട്ടിട്ടുണ്ട്. കോൺഷ്യസ് ബയസ് എന്താണ്, അൺകോൺഷ്യസ് ബയസ് എന്താണെന്നുള്ളൊരു കാര്യമാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് എടുത്തു പറയേണ്ടതിന്റെ ആവശ്യം എന്താന്ന് വെച്ചാൽ, പലരും നമ്മൾ ഇതൊക്കെ പറയുമ്പോൾ ശാസ്ത്രജ്ഞന്മാരെയൊക്കെ സ്ത്രീവിരുദ്ധരാക്കുന്ന അയ്യോ ഓടിവായോ എന്നുള്ളൊരു സംഭവമുണ്ട്. അങ്ങനെയല്ല പറയുന്നത്. ശാസ്ത്രം ചെയ്യുന്നത് മനുഷ്യരാണ്. മനുഷ്യർ ഈ പാട്രിയാർക്കൽ സൊസൈറ്റിയുടെ പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ അവർക്ക് ഇങ്ങനെയുള്ള അൺകോൺഷ്യസ് ബയസുകൾ വരാം. കോൺഷ്യസ് ബയസും ആവാം, ചിലപ്പോൾ സ്ത്രീകൾ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നതും ആവാം, അങ്ങനെ ഇല്ലെന്നല്ല പറയുന്നത്. ബട്ട് അൺകോൺഷ്യസ് ബയസ് ഓൾസോ ഇസ് വർക്കിംഗ് ഹിയർ എന്നുള്ളത് വളരെ ക്ലിയർ ആണ്. എല്ലാവരും സ്ത്രീകൾക്ക് എന്ന കുറച്ച് മാർക്ക് കൊടുത്തേക്കാം അങ്ങനെ കരുതുന്നവരല്ല. അവര് സ്ത്രീയാണ്, ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ സയന്റിഫിക് മേഖലയിൽ ഇത്ര ഒരു അറിവേ കാണും എന്നുള്ള ഒരു ബയസ് കാരണമാണ് ഈ മാർക്ക് കുറയുന്നത്. അപ്പം കോൺഷ്യസ് ബയസ് എന്താണെന്നും അൺകോൺഷ്യസ് ബയസ് എന്താണെന്നും നമ്മൾ തിരിച്ചറിയണം. കോൺഷ്യസ് ബയസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി അവെയർ ആയിട്ടുള്ള കാര്യമാണ്. നമ്മളത് കൾട്ടിവേറ്റ് ചെയ്യും, നമ്മൾ ഫ്യൂൽ ചെയ്യുന്നു. എക്സാമ്പിൾസ് റേസിസം, ബിഗോട്ടറി, സെക്സിസം, ഇതൊക്കെ കോൺഷ്യസ് ബയസിൽ വെക്കണം. അൺകോൺഷ്യസ് ബയസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയുന്നില്ല, നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ല. നമ്മുടെ അൺകോൺഷ്യസ്ലി, നമ്മുടെ സബ് കോൺഷ്യസ്ലി നിന്ന് വരുന്ന ഒരു കോഗ്നേറ്റീവ് പ്രോസസ്സ് മാത്രമായിട്ടാണ് അൺകോൺഷ്യസ് ബയസ്. അത് ഒരു പേപ്പർ വെച്ചിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത് അതിന്റെ ഒരു ഡെഫിനിഷൻ. ഇത് നല്ലൊരു സ്ലൈഡ്. കാരണം പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത് പറയുമ്പോൾ നിങ്ങൾ പറയുന്നത് സയൻസിൽ ഒരു ഗൂഢാലോചനയുണ്ട്, സ്ത്രീകളെ മാറ്റി നിർത്താൻ വേണ്ടി അവരെല്ലാം സ്ത്രീ വിരുദ്ധരാണ്, അവർ മനഃപൂർവ്വം സയൻസിലുള്ളവരൊക്കെ വൃത്തികെട്ട മനുഷ്യരാണ്, ഡെവലപ്ഡ് നേഷൻസിൽ പോലും സ്ത്രീകളെ മാറ്റി നിർത്തുന്നുണ്ടോ, അവിടെ നിയമം എഴുതി വെച്ചിട്ടുണ്ടോ സ്ത്രീകൾക്ക് വരാൻ അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ഒരു സംഭവം മനസ്സിലാവുന്നത് കോൺഷ്യസ് ആൻഡ് അൺകോൺഷ്യസ് ബയസ്. ലൈക്ക് നമ്മൾ അറിഞ്ഞുകൊണ്ട് സ്ത്രീകളോട് വെറുപ്പില്ലെങ്കിലും സിസ്റ്റത്തിലുള്ള ചില സംഭവങ്ങളും ഈ പാട്രിയാർക്കിയും പിന്നെ നോംസും നമ്മളിങ്ങനെ ഫോളോ ചെയ്യുമ്പോൾ പലപ്പോഴും സ്ത്രീകൾ ഒഴിവാക്കപ്പെടുന്നുണ്ട്. അതൊരു അൺകോൺഷ്യസ് ബയസ് ആണെന്നുള്ള ഒരു ആംഗിളിൽ നമ്മൾ ചിന്തിക്കുന്നില്ല. അതാണ് ഇതിന്റെ ഒരു പ്രശ്നം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ, ഇത് സ്ത്രീകൾക്ക് ഉണ്ടെന്നുള്ളതാണ് അതിനകത്ത് ഒരു പ്രശ്നം. അത് നമ്മൾ കരുതും സ്ത്രീകൾ അങ്ങനെ ചെയ്യില്ല, അങ്ങനെയല്ല. കാരണം അവരും പാട്രിയാർക്കൽ സൊസൈറ്റിയുടെ പ്രോഡക്റ്റ് ആണല്ലോ. പിന്നെ ഇപ്പം ചില കടങ്കഥകളൊക്കെ കേട്ടിട്ടുണ്ടോ? അതായത് ഒരു സർജനെ വെച്ചിട്ട് ഒരു സർജനെ ഇമാജിൻ ചെയ്യൂ എന്ന് പറയുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി പലരും ഇമാജിൻ ചെയ്യുന്ന ഒരു ആണിനെ ആയിരിക്കും. അതുപോലെ ഇപ്പം അത് സർജൻ തന്നെ ആവണമെന്നില്ല. ഇപ്പൊ ഒരു ജഡ്ജിനെ ഇമാജിൻ ചെയ്യുന്ന പറയുമ്പോൾ പെട്ടെന്ന് ഒരു ഒരുപാട് സ്ത്രീ ജഡ്ജസ് ഉണ്ടെങ്കിലും സ്ത്രീയെ ഇമാജിൻ ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ്. അല്ലെങ്കിൽ ഒരു പൊളിറ്റീഷ്യൻ ഇമാജിൻ ചെയ്യുന്ന പറഞ്ഞാൽ, അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു കരിയർ ജോബ്സിലൊക്കെ കൂടുതൽ പെർഫോം ചെയ്യുന്നത് ആണുങ്ങളാണ്, അല്ലെങ്കിൽ അവരെയാണ് നമ്മൾ മോഡലായിട്ട് എപ്പോഴും ചെറുപ്പം മുതലേ കാണുന്നത് എന്നുള്ളൊരു പ്രശ്നം കാരണം നമുക്കും ഈ ഒരു അൺകോൺഷ്യസ് ബയസ് ഉണ്ടാവാം. അത് നമ്മൾ അറിയുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനെ വർക്ക് ചെയ്യുന്നതാണ് പറഞ്ഞത്. അല്ലാതെ ആൾക്കാർ ഇരുന്നിട്ട് ഗൂഢാലോചന സ്ത്രീകളെ നമുക്ക് അങ്ങ് ഒതുക്കിയേക്കാം എന്ന് പറഞ്ഞാൽ ശാസ്ത്രജ്ഞന്മാരെല്ലാം വട്ടമേശ സമ്മേളനം കൂടി ചെയ്യുന്ന ഒരു പരിപാടിയാണെന്നല്ല നമ്മൾ പറയുന്നത്. അങ്ങനെ ആവണമെന്നില്ല. നമ്മുടെ സിസ്റ്റം ഇങ്ങനെയാണ്, നമ്മുടെ സൊസൈറ്റി ഇങ്ങനെയാണ്. ആ സൊസൈറ്റിയിലെ ബയസുകൾ നമ്മൾ സയന്റിഫിക് റിസർച്ചിൽ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. അങ്ങനെ നമുക്ക് അടുത്തയിലേക്ക് പോകും. അപ്പൊ നമുക്ക് ടൈപ്സ് ഓഫ് ജെൻഡർ ബയസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം അതിനകത്ത് പ്രധാനമായിട്ടുള്ള ഒരു സംഗതി ആൻഡ്രോസെൻട്രിസം എന്നുള്ളതാണ്. അത് സംഗതി എന്ന് വെച്ചാല് ഇതിന്റെ ഫോണ്ട് ഒക്കെ കുറച്ച് മാറിയിട്ടുണ്ട്, അത് കാര്യമാക്കണ്ട. ആൻഡ്രോസെൻട്രിസം എന്ന് പറയുന്നത് ഈ മെയിലാണ് ഹ്യൂമൻ, സ്ത്രീ എന്ന് പറഞ്ഞാൽ സംതിങ് ജെൻഡേർഡ്, മെയിൽ ഇസ് ദ ഹ്യൂമൻ, സ്ത്രീ എന്ന് പറഞ്ഞാൽ ജെൻഡേർഡ്. പിന്നെ ഇന്റർസെക്സ് അങ്ങനെയുള്ള കാര്യമൊന്നും പിക്ചറിലേ വരുന്നില്ലല്ലോ പണ്ട്, അപ്പം അത് നോക്കണ്ട നമ്മള്. സോ ഇവിടെ ഒരു കോട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. എ വുമൻ ഇസ് എ ഡിഫോംഡ് മെയിൽ ആൻഡ് ദ മെൻസ്ട്രൽ ഡിസ്ചാർജ് ഇസ് സീമൻ. Though in an impure condition, it lacks one constituent, the principle of the soul. ഡിഫോംഡ് മെയിൽ ആണ് സ്ത്രീ എന്നാണ് ഈ കോട്ട് പറഞ്ഞയാൾ അഭിപ്രായപ്പെടുന്നത്. അത് പ്രതീക്ഷനുള്ള ക്യുസാണ്. ഇത് പ്രതീക്ഷ ഭയങ്കര ഫിലോസഫർ ആണല്ലോ. അപ്പൊ പിന്നെ ഇതൊരു വലിയ ഫിലോസഫർ, ഭയങ്കര ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു ഫിലോസഫർ പറഞ്ഞാണ്. ആരാണ് പറഞ്ഞത് ഗസ് ചെയ്യാവോ? എനിക്കറിയില്ല. ഇത് സോക്രട്ടീസിന്റെ കോട്ടാണ്. ഇദ്ദേഹം പറയുന്നത് സ്ത്രീ എന്ന് പറഞ്ഞാൽ ഡിഫോംഡ് ആയിട്ടുള്ള മെയിലാണ്. അപ്പൊ ഈ സോക്രട്ടീസിന്റെ സ്ത്രീയെ കുറിച്ചുള്ള ഐഡിയ ആക്ച്വലി ഇറ്റ് വെന്റ് ത്രൂ നമ്മുടെ റെനൈസൻസ് പീരീഡ് വരെ അതേപോലെ വന്ന ഡാർക്ക് ഏജസ് മൊത്തത്തിൽ അബ്സോർബ് ചെയ്തൊരു സംഗതിയാണ്. സ്ത്രീ എന്ന് പറഞ്ഞാൽ ആ ടൈമിൽ ഒരു ഹ്യൂമനെ അല്ല എന്നുള്ള ഒരു രീതിയിലാണ്. അതായത് ഒരു കുട്ടികളെ ഉണ്ടാക്കുന്ന ഒരു ഇന്റർമീഡിയറി എന്നുള്ള ഒരു രീതിയിൽ മാത്രമാണ്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ആണാണ്. അപ്പൊ നമ്മുടെ ലാംഗ്വേജിലൊക്കെ ഇത് കാണാം. മാൻകൈൻഡ്, ഇതൊക്കെ നമ്മൾ എപ്പോഴും കാണുന്ന ഒരു കാര്യമാണ്. ഇപ്പോഴാണ് അതിനൊക്കെ ചേഞ്ച് വേണം എന്നൊക്കെ പറയുന്നത്.
അപ്പോ മനുഷ്യൻ എന്ന് ഇതിനെയൊക്കെ പറഞ്ഞാലാണ് പലപ്പോഴും കളിയാക്കാറുണ്ട് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ. ഈ മാൻ കൈൻഡ് എന്ന് ഇറ്റ്സ് വുമൻ കൈൻഡിലും മാൻ ഉണ്ടല്ലോ. അപ്പോ അതെന്താ വെച്ചാൽ അതിലൊരു ആഹ് പ്രശ്നം അവർക്ക് ഫീൽ ചെയ്യുന്നില്ല. കാരണം അവർ ആഹ് ദേ ആർ യൂസ്ഡ് ടു ഇറ്റ്. നമ്മളത് ചെറുപ്പം മുതലേ അങ്ങനെ പറഞ്ഞു പറഞ്ഞു ഇനിയിപ്പോ എന്തിനാ മാറ്റുന്നത്, നിങ്ങൾ എന്തിനാ ആഹ് ഇതിലൊക്കെ ഇത്ര വലിയ പ്രശ്നം കാണുന്നത് എന്നുള്ളൊരു ചോദ്യമാണ്. പക്ഷെ ഇത് വന്നത്, ഈ ലാംഗ്വേജ് ഉരുത്തിരിഞ്ഞത് പണ്ട് മുതലേ ഉള്ള ഇങ്ങനെയുള്ള തെറ്റായ ധാരണകളിലൂടെയാണ് ഈ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തത്. പക്ഷെ അത് ഇന്ന് തിരുത്തപ്പെടുകയാണ്, ഇന്ന് ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുകയാണ്. ക്വസ്റ്റ്യൻ ചെയ്യുന്നവരെ പെട്ടെന്ന് വോക്കാക്കി കളയും. നീ എന്താണ് ഇതൊക്കെ പറയുന്നത്, വോക്കാണ് നീ എന്നും പറഞ്ഞോളെ. അപ്പോൾ ഞാൻ ചില എക്സാമ്പിൾസ് ഇവിടെ ഇട്ടിട്ടുണ്ട്. ഒന്ന് ഡാവിൻസിയുടെ വിട്രൂവിയൻ മാൻ. വിട്രൂവിയൻ മാൻ ഡാവിൻസിയുടെ ഒരു ഡ്രോയിങ് ആണ്. ഒരു 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 മനുഷ്യൻ രണ്ട് രീതിയിൽ പോസ് ചെയ്തിരിക്കുകയാണ്. ഒന്ന് സർക്കിളിലും അയാളെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു, ഒന്ന് സ്ക്വയറിലും ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ഇതിന്റെ ഒരു ഇംപ്ലിക്കേഷൻ എന്താ വെച്ചാൽ, ഇത് ഡാവിൻസി ഒരു ഇതിനു മുമ്പുള്ള പേര് ഞാൻ പറഞ്ഞു, വിട്രൂവിയസ് എന്നുള്ള ഒരാള് മനുഷ്യന്റെ ഒരു ഐഡിയൽ പ്രപ്പോർഷൻസിനെ കുറിച്ച് കുറച്ച് ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ആയിരിക്കണം ഒരു ഐഡിയൽ ഹ്യൂമൻ ബോഡി, ഇങ്ങനെ ആവണം. ഐഡിയൽ ഹ്യൂമൻ ബോഡി മീൻസ് ഐഡിയൽ മെയിൽ ബോഡിയാണ്, അത് അറിയാമല്ലോ. അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ അതിനെ ബേസ് ചെയ്ത്, ആ പ്രപ്പോർഷൻസിനെ ബേസ് ചെയ്ത് ഡാവിഞ്ചി വരച്ചിട്ടുള്ള ഒരു പടമാണ് വിട്രൂവിയൻ മാൻ. അപ്പോൾ ഇതാണ് മനുഷ്യന്റെ ഒരു കൃത്യം, ഒരു സിമെട്രിക്കൽ മനുഷ്യൻ ഇങ്ങനെ ആവണം എന്നുള്ളൊരു കൺസെപ്റ്റാണ് ഇതിനകത്ത് വരുന്നത്. ഇത് ആർട്ട്, ഫിലോസഫി, സയൻസ് ഇതിനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു ഡ്രോയിങ് ആണ് ഡാവിൻസിയുടെ വിട്രൂവിയൻ മാൻ. ഇതൊരു ആൻഡ്രോസെൻട്രിക് ഡ്രോയിങ് ആണ്. ഇവിടെ ഇതിന്റെ ഒരു മനുഷ്യന്റെ പ്രൊപ്പോർഷൻ, അതായത് സിമെട്രിക്കൽ മനുഷ്യൻ ഇസ് ഈക്വൽ ടു എ മാൻസ് ബോഡി എന്നുള്ള ഐഡിയൽ ഹ്യൂമൻ ഇസ് എ മാൻ. അബ്സല്യൂട്ട്ലി. അത് ഈ വിട്രൂവിയൻ മാൻ, അത് ഡാവിൻസിയുടെ കാലഘട്ടം ഒക്കെ കഴിഞ്ഞ് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് ലേ കോർബൂസിയർ എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്രഞ്ച് ആർക്കിടെക്ട്, വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആർക്കിടെക്ട് ആണ്. ഇദ്ദേഹം ഒരു പ്രപ്പോസൽ കൊണ്ടുവരുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഈ മെട്രിക് സിസ്റ്റം, അങ്ങനെ നമ്മൾ ഈ മെട്രിക് സിസ്റ്റം പിന്നെ മറ്റുള്ള ഒരു വിക്ടോറിയൻ സിസ്റ്റം, എന്തൊരു സിസ്റ്റം തമ്മിൽ ഉള്ള ഒരു സംഘർഷം നിലനിൽക്കുമ്പോൾ പുള്ളി ഒരു പ്രപ്പോസൽ കൊടുക്കുക, ഒരു പിക്ടോറിയൽ ഡെപ്പിക്ഷൻ, നമുക്ക് ഇതിനെ ഒരു സ്കെയിലാക്കി എടുക്കാം എന്ന് പറഞ്ഞിട്ട് ആർക്കിടെക്ചറിലും ബാക്കി ഇതിലുമൊക്കെ ഉപയോഗിക്കാനുള്ള ഒരു സ്കെയിൽ പുള്ളി പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. ആ സ്കെയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, 6 അടി ഉയരമുള്ള ഒരു മനുഷ്യൻ കൈപൊക്കി നിൽക്കുന്നതാണ് ആ സ്കെയിൽ. എന്നിട്ട് അതിനെ ഗോൾഡൻ റേഷ്യോ വെച്ച് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് നോക്കിയാൽ കാണാം, ഒരു മനുഷ്യൻ, അതിന്റെ അപ്പുറത്ത് കുറച്ച് ഡിവിഷൻസ് ഉണ്ട്. അത് ഗോൾഡൻ റേഷ്യോ, മറ്റേ ഒരു സംഭവം ഉണ്ടല്ലോ, ഒരു സ്യൂഡോ സയൻസ്, ആ ഗോൾഡൻ റേഷ്യോ വെച്ച് ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ലീ കോർബൂസിയർ. എന്നിട്ട് പറയുന്നത്, ഇത് എന്നിട്ട് കുറെ ക്യാമ്പയിൻ ഒക്കെ ചെയ്തു, US-ലൊക്കെ പോയി ക്യാമ്പയിൻ ചെയ്തു, നമുക്ക് എല്ലാവർക്കും ഇത് യൂസ് ചെയ്യാം, ഇനി നമ്മളുടെ ആർക്കിടെക്ചറിലെല്ലാം നമുക്ക് ഈ ഒരു സിസ്റ്റം യൂസ് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് ഇദ്ദേഹം ക്യാമ്പയിൻ ഒക്കെ ചെയ്തു. കുറെ പേര് യൂസ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ കുറെ ബിൽഡിങ്സും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഇത് വിട്രൂവിയൻ മാനിൽ നിന്ന് ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടിട്ടാണ് ഈ മോഡുലാർ വികസിപ്പിക്കുന്നത്. ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഹൈറ്റ് കുറഞ്ഞ പൊതുവിൽ സ്ത്രീകൾക്ക് ഹൈറ്റ് കുറവാണ്, ഹൈറ്റ് കുറഞ്ഞ ആണുങ്ങളും ഉണ്ട്. അപ്പോൾ ഈ 6 ഫുട്ട് എന്ന് പറയുന്നതിനകത്ത് പുള്ളി പറയുന്നത്, എന്തുകൊണ്ട് 6 ഫുട്ട് തിരഞ്ഞെടുത്തു എന്ന് പറയുന്നത്, ഒരു ബ്രിട്ടീഷ് ഇൻവെസ്റ്റിഗേറ്റീവ് പോലീസ് ഓഫീസറിന്റെ ഹൈറ്റ് 6 ഫീറ്റ് ആയിരിക്കും, അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തത്. ലോകത്തിൽ എല്ലാവരും ബ്രിട്ടീഷ് പോലീസ് ഓഫീസറെ പോലെയാണ്, അല്ലെങ്കിൽ മറ്റു വംശങ്ങളുണ്ട്, ഹൈറ്റ് കൂടിയവരുണ്ട്, ഹൈറ്റ് കുറഞ്ഞവരുണ്ട്. ഇതൊന്നും കാര്യമാക്കുന്നില്ല, സ്ത്രീകളെ മൈൻഡേ ചെയ്യുന്നില്ല. അപ്പൊ ഇതിനകത്തൊരു പ്രശ്നം, അപ്പൊ ആൾക്കാർ അതിനെന്താ കുഴപ്പം ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ നമ്മൾ കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ, നമ്മൾ ഓരോ പബ്ലിക് സ്പേസും ഒക്കെ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ, ഇപ്പം എലിവേറ്ററിന്റെ സ്വിച്ച് ഈ 6 അടി ഉയരം കൈപൊക്കി നിൽക്കുന്ന മനുഷ്യന് റീച്ച് ചെയ്യാൻ പറ്റുന്നിടത്താണ് എലിവേറ്ററിന്റെ സ്വിച്ച് എങ്കിൽ ബാക്കിയുള്ളവർ ബുദ്ധിമുട്ടും, സ്ത്രീകൾ ബുദ്ധിമുട്ടും, ഹൈറ്റ് കുറഞ്ഞവർ ബുദ്ധിമുട്ടും. അതുപോലെ നമ്മളുടെ ക്യാബിനറ്റ്സ്, നമ്മുടെ റൂമിലെ ക്യാബിനറ്റ്സ്, മുകളിലുള്ള ക്യാബിനറ്റ്സ് ഒക്കെ ഇത്ര ഹൈറ്റിൽ വേണ്ടതാ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഹോട്ടൽ, അതിപ്പോഴും ഉണ്ട്, പണ്ടത്തെ ഈ സമയത്ത് പണിത ഹോട്ടൽ റൂംസിലൊക്കെ നമ്മുടെ ഈ മിറർ ശരിക്കും ഹൈറ്റ് കുറഞ്ഞത് കാണാൻ പറ്റാത്ത അത്ര പൊക്കത്തിലായിരിക്കും വെക്കുന്നത്. അപ്പൊ ഇത് ഒരു 6 അടി പൊക്കത്തിലുള്ള ഒരു മനുഷ്യന് വേണ്ടി നമ്മുടെ കൺസ്ട്രക്ഷൻ, അതൊരു സ്കെയിലായിട്ട് എടുക്കണം എന്ന് പറഞ്ഞാൽ എത്രത്തോളം റെഡിക്കുലസ് ആണെന്ന് ചിന്തിക്കുക. ഇതിന് മറ്റൊരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഈ അനാറ്റമി ടെക്സ്റ്റ് ബുക്കുകൾ, ഒരു 2008 മുതൽ 2013 വരെയുള്ള അനാറ്റമി ടെക്സ്റ്റ് ബുക്കുകൾ നോക്കുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ സാധിക്കും, ഇത് ഒരു റീസെന്റ് ഇതാണ്, പണ്ടത്തെ കാര്യം പിന്നെ പറയണ്ടല്ലോ, ഇത് ഒരു റീസെന്റ് സ്റ്റഡിയാണ്. പണ്ട് പോട്ടെ, ഈവൻ ഇപ്പോഴും നമ്മളുടെ അനാറ്റമി ടെക്സ്റ്റ് ബുക്കുകളിൽ ഹ്യൂമൻ ബോഡി എന്ന് പറഞ്ഞാൽ 64% ഓഫ് ദ ടൈം അതിനകത്ത് കാണിക്കുന്നത് ആണിന്റെ ശരീരമാണ്.
ഇത് പറയുമ്പോൾ ചിലർ ആണിന്റെ പെണ്ണിന്റെയും കൂടെ ശരീരം കാണിക്കാനുള്ള സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണെന്നൊക്കെ ചിലപ്പോൾ തമാശക്ക് പറഞ്ഞോളെ. ഇത് ഇവിടെ നമ്മൾ തമാശക്കല്ല, സീരിയസ് ആയിട്ട് പറയുന്നവര്. അതെ, സീരിയസ് ആയിട്ട് പറഞ്ഞോളെ. ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഫീമെയിൽ ബോഡി ഇസ് ഡിഫറെന്റ് ഫ്രം മെയിൽ ബോഡി. നമുക്കറിയാം, പെൽവിസിന്റെ സൈസ് ഡിഫറെന്റ് ആണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇത് ഉൾക്കൊള്ളിക്കാതെ മെയിൽ ബോഡിയെ മാത്രം ദിസ് ഇസ് ദ ഹ്യൂമൻ ബോഡി എന്ന് പറയുമ്പോൾ ഇതിന് ഈ ഒരു ഡെപിക്ഷനിൽ മാത്രമല്ല പ്രശ്നം, അതിന്റെ റിയൽ ലൈഫ് ഇംപ്ലിക്കേഷൻസ് അതിഭീകരമാണ്. നമ്മൾ ഹ്യൂമൻ ബോഡി ഇസ് മെയിൽ ബോഡി എന്ന് പറഞ്ഞാൽ അതിഭീകരമായ പ്രശ്നങ്ങളാണ് സയന്റിഫിക് റിസർച്ചിൽ അത് കൊണ്ടുവരുന്നത്. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ക്ലിനിക്കൽ സ്റ്റഡീസിൽ സ്ത്രീകളെ ഉപയോഗിക്കാത്തത്. അപ്പോൾ ഇതിനെക്കുറിച്ച് പ്രതീക്ഷ അറിയാമോ? അത് ക്ലിനിക്കൽ സ്റ്റഡീസിലെ സ്ത്രീകളുടെ കാര്യം. ഐ മീൻ വായിച്ചിട്ടുണ്ട്. അണ്ടർ റെപ്രസെന്റഡ് ആണ്, വളരെ കുറച്ച് സ്ത്രീകളെ എടുക്കുന്നത്. അതിന് കാരണം അവർക്കാണ് ഏറ്റവും കൂടുതൽ എന്താ പറയുക സൈഡ് എഫക്ട്സ് ഉണ്ടാകുന്നത്, മരണങ്ങൾ സംഭവിക്കുന്നത്. അതെ, അതാണ് ഇപ്പോൾ ഇത് നമ്മളൊരു ക്ലിനിക്കൽ ഒരു ഡ്രഗ് ട്രയൽ നടക്കുമ്പോൾ മനുഷ്യ ശരീരം ആണിന്റെ ആണല്ലോ, ഈ പിന്നെ അതിൽ മാത്രം ചെയ്താൽ മതി. അതുകൊണ്ട് മാത്രമല്ല, പല കാരണങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഈ ഫീമെയിൽസിനെ റെപ്രസെന്റേഷൻ കുറയുന്നത്. പണ്ട് ഒരു നിയമം ഉണ്ടായിരുന്നു US-ൽ. അതെന്താണെന്ന് വെച്ചാൽ സ്ത്രീകളെ, പ്രഗ്നന്റ് സ്ത്രീകളെ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ക്ലിനിക്കൽ സ്റ്റഡീസിൽ പങ്കെടുപ്പിക്കുകയേ ചെയ്യരുതെന്നായിരുന്നു ഇത് സംഗതി. പിന്നീട് അത് മാറി 93-ലാണ്ടാണ് തോന്നുന്നത് ലെഫ്റ്റ് ചെയ്ത് സ്ത്രീകളെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കണം എന്നായി FDAയുടെ ഒരു തീരുമാനം. പക്ഷെ അങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കണം എന്ന് പറയുമ്പോഴും ഇത് ഞാനൊരു റീസെന്റ് സ്റ്റഡിയാണ് കാണിച്ചിരിക്കുന്നത്. ഇപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും ഒരു 40%, അത് പല ഏരിയാസിലാണ്, കാർഡിയോവാസ്കുലർ അല്ലെങ്കിൽ സൈക്യാട്രി, അങ്ങനെ പല ഏരിയാസിലും 40% സ്ത്രീകൾ അവരുടെ പാർട്ടിസിപ്പേഷൻ വരുന്നുള്ളൂ, എറൗണ്ട് ആവറേജ്. കൂടുതലും പുരുഷന്മാർ തന്നെയാണ് ഈ ഡ്രഗ് ട്രയൽസ് വരുന്നത്. ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇത് നമുക്ക് സാമ്പിൾ സൈസ് കുറയും തോറും നമുക്കറിയാം ഫോൾസ് പോസിറ്റീവ് റിസൾട്ടുകൾ വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ സ്റ്റഡീസ് ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് സ്ത്രീകളുടെ ശരീരത്തിൽ ഡ്രഗ്സ് വർക്ക് ചെയ്യുന്ന ഡിഫറെന്റ് ആയിട്ടാണെന്ന് എല്ലാവർക്കും ഒരുവിധം അറിയാവുന്ന കാര്യമാണ്. എങ്കിൽ പോലും അപ്പം നമുക്കത് കൃത്യമായി സ്റ്റഡി ചെയ്യാതെ നമ്മൾ ആ ഡ്രഗ് മാർക്കറ്റിൽ ഇറക്കി കഴിഞ്ഞാൽ അതിഭീകരമായ പ്രശ്നങ്ങളാണ്. അത് ആക്ച്വലി ഇൻ റിയൽ ലൈഫ് ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. ചില ഡ്രഗ്സ്, ഒരു സ്ലീപ്പിംഗ് പിൽ, എന്തോ ഒരു പേര്, ഡ്രഗിന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, അത് സ്ത്രീകളുടെ ശരീരത്തിൽ അബ്സോർബ് ചെയ്യുന്നത് ഡിഫറെന്റ് ആയിട്ടാണ്, പുരുഷന്മാരുടെ ശരീരത്തിൽ അബ്സോർബ് ചെയ്യുന്നത് ഡിഫറെന്റ് ആയിട്ടാണ്. അപ്പോൾ ഇത് ഒരേ ഡോസേജ് സ്ത്രീകൾക്കും പുരുഷന്മാരും കൊടുക്കുമ്പോൾ സ്ത്രീകൾ കൂടുതൽ ഡോസ് ഓഫ് ചെയ്യാനും അങ്ങനെ കുറെ ആക്സിഡൻസ് ഉണ്ടാകും. കാരണം ഉറങ്ങിയിട്ട് രാവിലെ എഴുന്നേറ്റ് വണ്ടി ഓടിച്ച് പോകുമ്പോഴും അതിന്റെ ഹാങ് ഓവർ മാറാതെ ആൾക്കാർ ആക്സിഡൻസിലൊക്കെ, സ്ത്രീകൾ ആക്സിഡൻസിൽ പെടുന്ന ഒരു കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നു. ഇപ്പോഴും സ്ത്രീകളെ ഡ്രഗ് ട്രയൽസിൽ അവരുടെ പാർട്ടിസിപ്പേഷൻ വളരെ കുറവാണ്. പാർട്ടിസിപ്പേഷൻ കുറവാണെങ്കിലും ഇങ്ങനെയുള്ള ഡ്രഗ്സ് മാർക്കറ്റിലേക്ക് എത്തുന്നു. ഇതൊരു വലിയ വിവാദമായി. കാരണം ഒരു 8ഓളം ഡ്രഗ്സ് US-ൽ വിഡ്രോ ചെയ്യേണ്ടി വന്നു. കാരണം എല്ലാം സ്ത്രീകൾക്ക് സൈഡ് എഫക്ട്സ് വരികയാണ്. അപ്പം വേണ്ട രീതിയിൽ പഠിച്ചിരുന്നെങ്കിൽ ഈ സൈഡ് എഫക്ട് വന്ന് ഇത് വിഡ്രോ ചെയ്യേണ്ട ആവശ്യം വരില്ലായിരുന്നു. വേണ്ട രീതിയിൽ പഠിക്കാത്തതാണ് പ്രശ്നം. അപ്പോൾ ഇതിന് കുറെ ന്യായീകരണങ്ങളുണ്ട്, അത് നമുക്ക് അടുത്ത സ്ലൈഡിൽ നോക്കാം. സ്ത്രീകൾ അണ്ടർ റെപ്രസെന്റഡ് ആണോ? അതിന് ചില കാരണങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് പറയുന്ന കുറെ കാര്യങ്ങളാണ്. അപ്പൊ ഇത് പറഞ്ഞപ്പോഴത്തേക്കും ഒരു സ്റ്റേജിലൊക്കെ കയറി ശാസ്ത്രത്തിനെ കുറിച്ച് വളരെ അധികമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു സയൻസ് കമ്മ്യൂണിക്കേറ്റർ ഒരു സ്റ്റഡി കൊണ്ടുവന്ന് കാണിച്ചു. അദ്ദേഹം പറയുന്നത് എന്താന്ന് വെച്ചാൽ, ആ സ്റ്റഡി, അതിന്റെ സ്ക്രീൻഷോട്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ആ സ്റ്റഡിയിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ, നോ എവിഡൻസ് വാസ് ഫൗണ്ട് ഓഫ് എനി സിസ്റ്റമിക് സിഗ്നിഫിക്കന്റ് അണ്ടർ റെപ്രസെന്റേഷൻ ഓഫ് വിമൻ ഇൻ ക്ലിനിക്കൽ ട്രയൽസ്. ഇതിനകത്ത് ഈ പഠനത്തിൽ അവരുടെ ഒരു ഫൈനൽ എന്ന് പറഞ്ഞാൽ അണ്ടർ റെപ്രസെന്റേഷൻ ഇല്ല എന്നാണ് പറയുന്നത്. അതിന്റെ കാരണമാണ് അടുത്ത സെന്റൻസിൽ പറയുന്നത്. കാരണം വിമൻ പാർട്ടിസിപ്പേഷൻ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഒരു ഡ്രഗ് 3 ഫേസിലായിരിക്കും ട്രയൽസ് നടക്കുന്നത്, phase 1, phase 2, phase 3. phase 1-ൽ 22%, പിന്നെ phase 2, phase 3 ആകുമ്പോഴത്തേക്ക് 48% വരുന്നുണ്ട്. പിന്നെന്താ പ്രശ്നം എന്നുള്ളതാണ്. അപ്പോൾ ഇവർ എസെൻഷ്യലി പറയാൻ ശ്രമിക്കുന്നത്, വിമൻ ആർ ഓൺലി അണ്ടർ റെപ്രസെന്റഡ് ഇൻ phase 1 ട്രയൽ. അത് ഇത്ര വലിയ പ്രശ്നമാണോ എന്നുള്ളതാണ് പറയുന്നത്. അതൊരു പ്രശ്നമേ അല്ല, നോ സിസ്റ്റമിക് അണ്ടർ റെപ്രസെന്റേഷൻ ഓഫ് വിമൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചുമ്മാ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ അറിയാം എന്താണ് phase 1 ട്രയലിൽ സംഭവിക്കുന്നത് എന്താണെന്ന്. ചുമ്മാ ഗൂഗിൾ ചെയ്ത് നോക്കണം. അപ്പൊ അതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, phase 1 ട്രയലിലാണ് ഹെൽത്തി ആയിട്ടുള്ള വോളണ്ടിയേഴ്സിന് മരുന്ന് കൊടുക്കുന്നത്. കാരണം അതിന്റെ ഡോസേജ്, അതിന്റെ നമ്മുടെ ശരീരത്തിനെ എങ്ങനെ അബ്സോർബ് ചെയ്യുന്നു, അതിന്റെ മെറ്റബോളിസം,
അതിനെന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടോ? ഇതൊക്കെയാണ് ഫേസ് 1-ൽ. ഇതൊരു റിട്ടേണിംഗ് സ്റ്റോൺ അല്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. പക്ഷെ ജനറലി ഫേസ് 1 ട്രയലിൽ ഇതാണ് ടെസ്റ്റ് ചെയ്യുന്നത്. ഫേസ് 2-ലും ഫേസ് 3-ലും ആക്ച്വൽ പേഷ്യൻസിനാണ് ഇത് ഡ്രഗ് കൊടുക്കുന്നത്. ഇവർ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഹെൽത്തി വിമനിൽ ഇത് ട്രൈ ചെയ്തിട്ട് ഇതിന്റെ ഡോസേജ് അല്ലെങ്കിൽ ഇതിന്റെ സൈഡ് എഫക്ട്സ് ഒന്നും കൃത്യമായി പഠിക്കേണ്ട ആവശ്യമില്ല. 22% ഈ സ്റ്റഡിയിൽ തന്നെ ഉണ്ട് 22% ആൾക്കാരെ ഫേസ് 1-ൽ ഉള്ളതെന്ന്. എന്നിട്ട് അവർ പറയാണ് നോ സിഗ്നിഫിക്കന്റ് അണ്ടർ റെപ്രസെന്റേഷൻ, ഒരു പ്രശ്നമില്ല എന്ന് പറയാണ്. ഇത് വളരെ കോമഡി ആയിട്ടുള്ള ഒരു സ്റ്റഡിയാണ്. പിന്നെ അതുപോലെ മറ്റൊരു എക്സാമ്പിൾ അവർ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇത് ആക്ച്വലി ഫാക്ച്വലി കറക്റ്റ് ആണ്. കാരണം അവര് വളരെ ഓണസ്റ്റ് ആയിട്ടുള്ള ഒരു ഉത്തരമാണ് ഈ പല ഡ്രഗ് കമ്പനീസും ഇതിനെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ പറയുന്നത്. അവർ പറയുന്നത് ഫീമെയിൽ ബോഡി ഈസ് കോംപ്ലക്സ്, കാരണം മെൻസ്ട്രേഷൻ ഉണ്ട്, അങ്ങനെ പല വേരിയേഷൻസ് വരുന്നു. അങ്ങനെ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിൽ നമ്മളിത് ഡ്രഗ് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ അതിനകത്ത് ഫ്ലക്ച്വേഷൻസ് കാരണം നമുക്ക് കറക്റ്റ് റിസൾട്ട് നമുക്ക് അറിയാൻ പറ്റില്ല. അതുകൊണ്ടാണ് സ്ത്രീകളെ കൂടുതൽ ക്ലിനിക്കൽ ട്രയൽസിൽ എടുക്കാത്തത് എന്നുള്ള വളരെ ഒരു ഓണസ്റ്റ് ആൻസർ അവർ പറയുന്നുണ്ട്. അതിനൊരു സ്റ്റഡി ഉണ്ട്, ഞാൻ അവിടെ ഇട്ടിട്ടില്ല. പക്ഷെ അതിനൊരു സ്റ്റഡി ഉണ്ട് ആക്ച്വലി എന്തുകൊണ്ടാണ് ആൾക്കാർ അണ്ടർ റെപ്രസെന്റേഷൻ വരുന്നതെന്ന് ഇവരോട് ചോദിക്കുമ്പോൾ ഇവർ പറയുന്ന റീസൺ ആണ്. പിന്നെ എക്കണോമിക്കലി വയബിൾ അല്ല. സ്ത്രീകൾ ഉണ്ടെങ്കിൽ ആ സ്റ്റഡി കുറച്ചും കൂടി ബ്രോഡ് ആക്കണം, ഇങ്ങനെയുള്ള ഫാക്ടേഴ്സിനെയൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ ഒരു ബുദ്ധിമുട്ടാണല്ലോ, അതുകൊണ്ട് ആണ് അണ്ടർ റെപ്രസെന്റേഷൻ. അപ്പം ഇതിനകത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഫീമെയിൽ ബോഡി കോംപ്ലക്സ് ആണ്. ഇത് നമ്മുടെ ഹോർമോൺസിന്റെ ഫ്ലക്ച്വേഷൻസ് ഉണ്ട്, ശരിയാണ്, ഇതൊക്കെ ഉണ്ട്, മെനപ്പോസ് ഉണ്ട്, അങ്ങനെ പല കാരണങ്ങളുണ്ട്. പക്ഷെ ഈ കാരണങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ സ്ത്രീകളെ കൂടുതൽ പഠിക്കുകയാണ് ചെയ്യേണ്ടത്. ഒരു സംഗതി കുറച്ച് കോംപ്ലക്സ് ആണ്, അതുകൊണ്ട് നമുക്കത് പഠിക്കാതെ വിടാം. നമുക്ക് ആണുങ്ങളിൽ മാത്രം ട്രൈ ചെയ്യാമെന്ന് പറയുമ്പോൾ ബേസിക്കലി യു ആർ പുട്ടിങ് വിമൻ അണ്ടർ റിസ്ക്. ആൾക്കാർ ആക്ച്വലി ഇത് കാരണം മരിച്ചിട്ടുണ്ട്. ഈ ഒരു പ്രശ്നം കാരണം വളരെ വളരെ വലിയ വലിയ പ്രോബ്ലംസ് ആണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അത് വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്രഗ്നൻസി. സ്ത്രീകൾ പ്രഗ്നന്റ് ആവാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഓൾറെഡി പ്രഗ്നന്റ് ആണ്. അങ്ങനെയുള്ള ആൾക്കാരെ എങ്ങനെയാണ് നമ്മൾ ട്രയലിന് എടുക്കുക? ഈ ട്രയലിന്റെ ഇടയ്ക്ക് വെച്ച് പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ അവരുടെ ബോഡിയിലെ വേരിയേഷൻസ് കാരണം നമുക്ക് കൃത്യമായ റിസൾട്ട് കിട്ടുന്നില്ല. ബട്ട് പ്രഗ്നൻസി ഇതൊരു വലിയൊരു ഫാക്ടറായിട്ട് പലരും പറയാറുണ്ട്. പക്ഷെ ദിസ് ഇസ് ആക്ച്വലി ഇത് നമ്മൾ ഒരു മരുന്ന് ഒരു പ്രഗ്നന്റ് ലേഡിക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ഡെഫിനറ്റ്ലി പ്രഗ്നന്റ് ലേഡിയിൽ ടെസ്റ്റ് ചെയ്തിരിക്കണം. അല്ലാതെ എങ്ങനെയാണെന്നോ, ഒരു കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് വെച്ചിട്ട് നമ്മളത് ഡെഫിനറ്റ്ലി ടെസ്റ്റ് ചെയ്യണം. ടെസ്റ്റ് ചെയ്യാതെ എങ്ങനെയാണ് നമ്മളൊരു പ്രഗ്നന്റ് ആയിട്ടുള്ള ആൾക്ക് മരുന്ന് കൊടുക്കുക? ഇതൊരു കാരണമല്ല. ആക്ച്വലി ഈ രണ്ട് കാരണങ്ങളും സ്ത്രീകളെ കൂടുതൽ ക്ലിനിക്കൽ ട്രയലിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കാനുള്ള കാരണങ്ങളാണ്, അല്ലെ? അങ്ങനെയല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ല, ഇത് പറഞ്ഞു വരുന്നത് ഇതാണ്, ബേസിക്കലി മടിയാണ്. അപ്പം മടിയായതുകൊണ്ട് ഈസി കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അതൊരു ബയസല്ലല്ലോ എന്നാണ് അവർ പറയുന്നത്. ഈസി വേ ഔട്ട്. എന്ത് ചെയ്യും? അല്ല, ബയസ് അല്ലല്ലോ എന്നല്ല അവർ പറയുന്നത്, പ്രാക്ടിക്കലി ഇതല്ലേ പറ്റുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. ബയസ് ആണെന്ന് അവർ അംഗീകരിക്കുന്നില്ല എപ്പോഴും. ഈ പ്രഗ്നൻസിയുടെ ഒരു വലിയൊരു പ്രശ്നം പണ്ട് UK-ലും ഒരുപാട് രാജ്യങ്ങളിലുണ്ടായിരുന്നു ആക്ച്വലി. താലിഡോമൈഡ് എന്ന് പറഞ്ഞ ഡ്രഗ്. ഇത് 50s ഒരുപാട് പ്രഗ്നന്റ് നോസിയയ്ക്ക് വേണ്ടിയിട്ട് പ്രിസ്ക്രൈബ് ചെയ്യുന്ന പ്രഗ്നന്റ് വിമന് നോസിയയ്ക്ക് വേണ്ടി പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ഡ്രഗ് ആണ്. ഇതൊരു ഏകദേശം ഇത് മാർക്കറ്റിൽ ഒരു ഡെക്കേഡ് കഴിഞ്ഞിട്ടാണ് അറിയുന്നത്. ഇത് ആക്ച്വലി കുട്ടികളിൽ ഡിഫോമിറ്റി ഉണ്ടാക്കുന്നു, മരണങ്ങൾ ഉണ്ടാക്കുന്നു. ഇത് വൺ ഓഫ് ദ ഒരു വേഴ്സ്റ്റ് മെഡിക്കൽ ട്രാജഡി ആയിട്ടാണ് ഈ താലിഡോമൈഡ് ട്രാജഡി കാണുന്നത്. അതെന്തുകൊണ്ട് സംഭവിച്ചു? ആ ഡ്രഗ് ക്ലിനിക്കൽ ട്രയൽസിൽ ആക്ച്വൽ പ്രഗ്നന്റ് വിമനിൽ ടെസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് സംഭവിച്ചത്. ഇതിന്റെ ഡോസേജും ഒക്കെ ടെസ്റ്റ് ചെയ്യാതെ നമ്മൾ മാർക്കറ്റിൽ കൊണ്ടുവന്നാൽ യു ആർ പുട്ടിങ് പീപ്പിൾ അണ്ടർ റിസ്ക് എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇതാണ് പറയുന്നത്, ഇതൊരു ആണുങ്ങളെ ടെസ്റ്റ് ചെയ്തല്ലേ, പിന്നെന്താ പ്രശ്നം എന്ന് പറയാനേ പാടില്ല. കാരണം ബോഡി സൈസ് ഡിഫറൻസ് ഉണ്ട്, അബ്സോർപ്ഷൻ റേറ്റ് ഡിഫറെന്റ് ഉണ്ട്, ഈവൻ ആൽക്കഹോളിന്റെ അബ്സോർപ്ഷൻ ഡിഫറെന്റ് ആണ്, അത് ഡ്രഗുമായി ഇന്ററാക്ട് ചെയ്യുന്ന ഡിഫറെന്റിലാണ്. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പൊ നമ്മളത് കണക്കിലെടുക്കണം, അത് പഠിക്കണം. അത് കോംപ്ലക്സിറ്റി വാറൻസ്. ഇവര് പറയുന്നത് പ്രഗ്നൻസി ഉള്ള ആളുകൾക്ക് മരുന്ന് എങ്ങനെ ബാധിക്കും നമുക്കറിയില്ല, അതുകൊണ്ട് അവർ ടെസ്റ്റ് ചെയ്യാതെ ഞങ്ങൾ മരുന്ന് ഇറക്കുകയാണ് എന്നാണ്. അറിയില്ലാത്തതുകൊണ്ടല്ല പഠിക്കണം എന്ന് പറയുന്നത്. അതിനകത്തൊരു റിസ്ക് ഉണ്ട്. അത് നമ്മൾ തള്ളിക്കളയുന്നില്ല. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു റിസ്ക് ഉണ്ട്. പക്ഷെ നമ്മൾ എപ്പോഴും കോസ്റ്റ് ബെനിഫിറ്റ് വെച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. ഇങ്ങനെ ഓരോ കാര്യം ചെയ്യുമ്പോഴും ഒരു ഹെൽത്തി പേഴ്സൺ ഒരു ഡ്രഗ് കൊടുക്കുമ്പോൾ റിസ്ക് ഇല്ലേ? എല്ലായിടത്തും റിസ്ക് ഉണ്ട്. ആ റിസ്ക് എത്രത്തോളം അത് നമ്മൾ ഡോസേജ് ഒക്കെ മാറ്റി നോക്കി വേണം ടെസ്റ്റ് ചെയ്യാൻ. റിസ്ക് ഡെഫിനറ്റ്ലി യൂസ് ചെയ്യാം. പക്ഷെ ഇത് പഠിക്കാതെ എങ്ങനെയാണ് ആ റിസ്കിന്റെ എക്സ്റ്റൻഷൻ നമുക്ക് മനസ്സിലാവുക? അതാണ്. അപ്പൊ നമുക്ക് അടുത്ത സംഗതിയിലേക്ക് പോവാം.
അടുത്തത് കുറച്ചൊരു ചരിത്രത്തിലേക്കൊക്കെയാണ് ഒന്ന് പോകുന്നത്. ഇത് ബയോളജിക്കൽ ഇൻഫീരിയോറിറ്റിയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇത് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, നമ്മളെ ഈ ആൻഡ്രോസെൻട്രിസത്തിനകത്ത് തുടക്കത്തിൽ ഇത് സ്ത്രീ എന്ന് പറയുന്നത് ഒരു മനുഷ്യനല്ല, മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ആണാണ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റിൽ നിന്ന് ഒരു അല്പം മാറിയിട്ടുള്ളൊരു കുറച്ചും കൂടി ഇവോൾവ് ആയിട്ടുള്ള കൺസെപ്റ്റാണ്. സ്ത്രീ മനുഷ്യൻ തന്നെ, പക്ഷെ ആണിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ബയോളജിക്കലി ഇൻഫീരിയർ ആണ് എന്നുള്ള ഒരു കൺസെപ്റ്റാണ് ഇത് ബയോളജിക്കൽ ഇൻഫീരിയോറിറ്റി, അല്ലെങ്കിൽ ബയോളജിക്കൽ എസെൻഷ്യലിസം എന്നൊക്കെ പറയാം. എസെൻഷ്യലിസത്തിനകത്ത് റേസും അങ്ങനെ പല കാര്യങ്ങൾ വരുന്നുണ്ട്. ഞാനൊരു കോട്ട് വായിക്കാം. ഇത് the chief distinction in the intellectual powers of the two sexes is shown by a man attaining to a higher eminence in whatever he takes up than woman can attain, whether requiring deep thought, reason or imagination, or merely the use of the senses and hands. ഇത് പറഞ്ഞിരിക്കുന്നത് ബയോളജി എന്ന് പറയുന്ന ഒരു ശാസ്ത്രശാഖയിൽ ഒരു റെവല്യൂഷണറി ഐഡിയ കൊണ്ടുവന്ന ഒരു മനുഷ്യനാണ്. എനി ഗസസ് അവിടെ ഉണ്ടോ പ്രതീക്ഷ? ഞാൻ മ്യൂട്ട്. ഡാർവിൻ ആണോ? അതെ, ഡാർവിൻ പറഞ്ഞ സാധനമാണ്. ഡാർവിൻ വളരെ ഒരു അസ്റ്റ്യൂട്ട് ആയിട്ടുള്ള ഒരു സയന്റിസ്റ്റ് ആണ്. വളരെ കിടിലം ഒബ്സർവേഷൻസ് നടത്തിയ ഒരാളാണ്. പക്ഷെ സ്ത്രീകളെ ഒബ്സർവ് ചെയ്തിട്ട് പുള്ളി പറഞ്ഞ കാര്യം ഇതാണ്: സ്ത്രീകൾ ഇൻഫീരിയർ ആണ് ബയോളജിക്കലി എന്നുള്ള വളരെ മിസോജിനിസ്റ്റിക് ആയിട്ടുള്ള വ്യൂ. ആ വിക്ടോറിയൻ ഡാർവിനെ പറഞ്ഞിട്ട് കാര്യമില്ല, വിക്ടോറിയൻ കാലഘട്ടത്തിൽ ഒരുവിധം എല്ലാവരും ഇങ്ങനെയാണ് കരുതിയിരുന്നത്. അത് തന്നെ ഡാർവിനും കരുതി എന്നുള്ളതാണ്. ഇത് ഇനിയും സെക്ഷൽ സെലക്ഷൻ എന്നുള്ള ഡാർവിന്റെ ഒരു ഡിസെന്റ് ഓഫ് മാൻ എന്നുള്ള ബുക്കിൽ നിന്ന് എടുത്ത കോട്ടാണ് ഞാൻ മുകളിൽ ഇട്ടിരിക്കുന്നത്. ഈ സെക്ഷൽ സെലക്ഷനെ കുറിച്ച് ഡാർവിൻ പറഞ്ഞ എന്താന്ന് നോക്കാം. അതും ഡിസെന്റ് ഓഫ് മാനിലാണ്. അത് ഒറിജിൻ ഓഫ് സ്പീഷീസിലെ നാച്ചുറൽ സെലക്ഷനെ കുറിച്ചൊക്കെ പറഞ്ഞു. അതിനുശേഷം ഒരു 10-15 വർഷം കഴിഞ്ഞിട്ടാണ് ഡിസെന്റ് ഓഫ് മാൻ ഇറങ്ങുന്നത്. അപ്പൊ ഡിസെന്റ് ഓഫ് മാൻ ഇറങ്ങുമ്പോഴത്തേക്ക് ഡാർവിൻ വളരെ കുറെ ചേഞ്ച് ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. കാരണം ചേഞ്ച് ഇൻ എ നെഗറ്റീവ് സെൻസ്. കാരണം ഒറിജിനൽ സ്പീഷീസ് ഇറങ്ങിക്കഴിഞ്ഞിട്ട് പലരും ഈ നാച്ചുറൽ സെലക്ഷൻ എന്നുള്ള പ്രോസസ് ഒരു സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ആണ് പറയുന്നത്. കൊക്കേഷ്യൻസ് അല്ലെങ്കിൽ ആര്യൻ വംശജരാണ് ശക്തിമാന്മാർ, ബാക്കിയുള്ളവർ കണ്ടില്ലേ ദിസ് എ നാച്ചുറൽ ബയോളജിക്കൽ തിങ്, അത് ഇവിടെ പ്രൂഫ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹത്തിന് തന്നെ ഒരു കസിൻ ഒരാളുണ്ട്, ഗാൾട്ടൺ എന്ന് പറയുന്ന ഒരാളും ഒരു ഹെർബർട്ട് സ്പെൻസറും ഇങ്ങനെയുള്ള എല്ലാവരും കൂടി യൂജനിക്സിലേക്ക് കൊണ്ടുപോയി. സോഷ്യൽ ഡാർവിനിസം എന്നുള്ള ഇതാണ് അവർ പറയുന്നത്. അതിൽ നിന്നാണ് യൂജനിക്സ് ഡിറൈവ് ചെയ്യുന്നത്. അപ്പോൾ ഡാർവിൻ ആക്ച്വലി വെയർ ഇൻഫ്ലുവൻസ് ബൈ ദീസ് പീപ്പിൾ. അപ്പോൾ ഈ ഡിസെന്റ് ഓഫ് മാൻ എഴുതുമ്പോഴത്തേക്കും വളരെ റേസിസ്റ്റ് ആയിട്ടുള്ള വളരെ മിസോജിനിസ്റ്റിക് ആയിട്ടുള്ള കോട്ട്സ് അതിനകത്ത് കാണാൻ സാധിക്കും. സെക്ഷൽ സെലക്ഷനെ കുറിച്ച് ഡാർവിൻ ഡിസെന്റ് ഓഫ് മാനിനകത്ത് പറയുന്ന സംഗതിയാണ് ഞാൻ ഇവിടെ ഈ മഞ്ഞ കളർ ഇതിനകത്ത് ഇട്ടിരിക്കുന്നത്. അതിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ആണുങ്ങൾ തമ്മിലൊരു ടൈറ്റ് കോമ്പറ്റീഷൻ ഉണ്ട്. ഒരു ഫീമെയിൽ മീറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ ആണുങ്ങളിലുണ്ട്. അപ്പോൾ ഈ ടൈറ്റ് കോമ്പറ്റീഷൻ ഉള്ളത് കൊണ്ട് ഈ അവർ തമ്മിൽ ഈ കോമ്പറ്റീഷൻ കാരണം അവർ കൂടുതൽ ഇവോൾവ് ആകും. പക്ഷെ സ്ത്രീ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫീമെയിൽ, അത് മനുഷ്യരിൽ മാത്രമല്ല, ഈവൻ ഇൻ ആനിമൽസ് ആണ് ഉദ്ദേശിക്കുന്നത്, അവർ പാസീവാണ്. അവർക്ക് ജസ്റ്റ് ചൂസ് ചെയ്താൽ മതി. ബെറ്റർ ആരാണോ അവരെ ചൂസ് ചെയ്യുന്ന ആ ഒരു ഒറ്റ കാര്യം മാത്രം ചെയ്താൽ മതി. അവർക്ക് പരസ്പരം ഫൈറ്റ് ചെയ്യേണ്ട എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് പറയുന്നത്. Therefore, ഇദ്ദേഹം എഴുതിയിരിക്കുകയാണ്, thus man, he writes, has ultimately become superior to woman. ഈ സംഗതി ഈ കോട്ട് ഞാൻ എടുക്കുന്ന ഒരു സ്റ്റഡി എന്നാണ്. ഇത് ഡിസെന്റ് ഓഫ് മാനിന് ഡയറക്ട്ലി കോട്ട് ചെയ്തിരിക്കുന്നതാണ്. thus man, he writes, has ultimately become superior to woman. ഇതിനകത്ത് ഡാർവിൻ ചെയ്യുന്ന മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ, ആക്ച്വലി സെക്ഷൽ സെലക്ഷൻ എന്ന് പറയുന്ന പ്രോസസ് ഉണ്ട്. സെക്ഷൽ സെലക്ഷൻ ലീഡ്സ് ടു, അതിന് എവല്യൂഷനകത്ത് ഒരു സ്ഥാനം സെക്ഷൽ സെലക്ഷൻ ഉണ്ട്. നമുക്ക് ഈ പീകോക്കിന്റെയും അങ്ങനെയുള്ള പക്ഷികളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ ക്ലിയർലി മെയിലിനെ ഫീമെയിലിനെ നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റും. അത് സെക്ഷൽ സെലക്ഷന്റെ ഭാഗമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എവല്യൂഷനിൽ അതിന്റെ ഒരു സ്ഥാനമുണ്ട് ഡെഫിനറ്റ്ലി. ബട്ട് ഹിയർ ദ പ്രോബ്ലം ഇസ്, ഡാർവിന്റെ ഒബ്സർവേഷൻ കറക്റ്റ് ആണ്, പക്ഷെ ഡാർവിന്റെ ഇൻഫറൻസ് വളരെ റോങ് ആയിട്ടുള്ള ഒരു ഇൻഫറൻസ് ആണ് എടുക്കുന്നത്. ഇതുകൊണ്ട് പുരുഷന്മാർ കഴിവുള്ളവർ, ബുദ്ധിയുള്ളവർ, കഴിവുള്ളവർ, അവരാണ് ഹയർ എമിനൻസ്, ഡീപ് തോട്ടിനൊക്കെ അവർക്ക് പറ്റുന്നു. പക്ഷെ സ്ത്രീക്ക് അത് പറ്റുന്നില്ല എന്നുള്ള ഒരു തെറ്റായ ഇൻഫറൻസിലേക്കാണ് പോകുന്നത് ഡാർവിൻ. അതുപോലെ മറ്റൊരു എക്സാമ്പിൾ ആണ് ഹിസ്റ്റീരിയ എന്ന് പറയുന്ന സംഗതി. ഹിസ്റ്റീരിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ സംഭവം? അല്ലെങ്കിൽ ഇപ്പൊ എന്താണ് ഹിസ്റ്റീരിയെ കുറിച്ച് ഇപ്പോഴെന്താണ് ഹിസ്റ്റീരിയ എന്ന് പറയുമ്പോൾ മനസ്സിൽ വരുന്നത് എന്താണ്? ഇപ്പൊ ഒരു മെഡിക്കൽ കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു കുറച്ച് ഹെൽപ്പ് വേണ്ട ഒരു കണ്ടീഷൻ എന്നുള്ള രീതിയിലാണ് മനസ്സിൽ വരുന്നത്. ഹിസ്റ്റീരിയ എന്ന് പറയുന്നത് ആക്ച്വലി
സ്ത്രീകളുമായി അസോസിയേറ്റ് ചെയ്ത് മാത്രം ചെയ്തിട്ടുള്ള ഒരു സംഗതിയാണ് ഹിസ്റ്റീരിയ. ഒരുതരം ഭ്രാന്ത് എന്നാണ് അതിന് മലയാളത്തിൽ പറയുകയാണെങ്കിൽ പറയാൻ പറ്റുക. അത് സ്ത്രീകൾക്ക് മാത്രം സംഭവിക്കുന്നു എന്നുള്ള ഒരു ഐഡിയ ആണ് സംഭവം. അപ്പോൾ അത് സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ഒരു കോട്ടാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. സിഗ്മണ്ട് ഫ്രോയിഡ് ഇതിനകത്ത് കുറെ റിസർച്ച് ചെയ്തിട്ടുണ്ട് ഈ ഹിസ്റ്റീരിയെ കുറിച്ച്, കുറെ തിയറൈസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കര കോമഡിയാണ്, ഞാൻ പറയാം. ഇപ്പൊ ഞാൻ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പടം കാണുന്നുണ്ടോ? കാണാമല്ലോ. അത് അതിനകത്ത് നമ്മളുടെ അതിനകത്തൊരു ഈ ലേഡിയുടെ ഇപ്പുറത്ത് നിൽക്കുന്ന ഒരു ചങ്ങായില്ലേ, കയ്യിലെന്തോ സാധനം പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു പുള്ളി. പുള്ളി ഗൂഗിളിൽ ഫാദർ ഓഫ് ന്യൂറോളജി എന്ന് പറഞ്ഞിട്ടും സെർച്ച് ചെയ്യണം. ഫാദർ ഓഫ് ന്യൂറോളജി ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ജോൺ മാർട്ടിൻ ഷാർക്കോ എന്ന് പറഞ്ഞ ആളാണ്. ഫ്രഞ്ച് ഒരു സൈക്കോളജിസ്റ്റ് ആണ്. അയാളാണ് ഇവിടെ ഡെപിക്ട് ചെയ്തിരിക്കുന്നത്. കൂടെ നിൽക്കുന്നത് ലേഡി മേരി വിറ്റ്മാൻ. പുള്ളിക്കാരിയെ ഇത് പഠിപ്പിക്കുകയാണ്. ഇതൊരു ശരിക്കും ഒരു ആർട്ടിസ്റ്റിക് റെൻഡറിങ് ആണ്, ഒറിജിനൽ ഇതല്ല. ഒരു ആർട്ടിസ്റ്റിക് റെൻഡറിങ് ഓഫ് ഇയാൾ എങ്ങനെയാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നുള്ള ഒരു ആർട്ടിസ്റ്റിക് ആണ്. ഇത് ഒരു ഫേമസ് ആയിട്ടുള്ള പെയിന്റിംഗ് ആണ്. ക്ലിനിക്കൽ ലെസൺ അറ്റ് ദ സാൽപട്രിയർ എന്ന് പറഞ്ഞ ഒരു പെയിന്റിംഗ് ആണ്. സാൽപട്രിയർ എന്ന് പറഞ്ഞ ഒരു ഹോസ്പിറ്റലാണ്. അവിടെ ആൾക്കാരെ പഠിപ്പിക്കുകയാണ്, സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്നത് എന്താന്ന് വെച്ചാൽ, നോക്കൂ, ഈ ലേഡിക്ക് ഇങ്ങനെ ഹിസ്റ്റീരിയ ഉണ്ട്. ഇത് ആക്ടിങ് ആണ് ചെയ്യുന്നത് ഇവര്. പക്ഷെ ഇവർ ആക്ച്വലി കുറച്ച് എപ്പിലെപ്സി അങ്ങനെ കുറച്ച് മെഡിക്കൽ കണ്ടീഷൻസ് ഉള്ള ഒരു ലേഡി തന്നെ ആയിരുന്നു. അവരെ കൊണ്ട് ഇങ്ങനെ ആക്ട് ചെയ്യിപ്പിക്കുകയാണ്, ഹിസ്റ്റീരിയ ആണെന്ന് പറഞ്ഞിട്ട്. ഒരു ഭയങ്കര തിയേറ്ററിക്സ് ഒക്കെ വഴി ഇങ്ങനെ നാടകം പോലെ പലയിടത്തും സഞ്ചരിച്ച് ട്രാവൽ ചെയ്ത്, കണ്ടോ, സ്ത്രീകൾക്ക് ഹിസ്റ്റീരിയ ഉണ്ട് എന്ന് പറഞ്ഞിരുന്ന ഒരാളാണ്. ഇതിന്റെ വലിയൊരു ഹിസ്റ്ററി ഉണ്ട്. ഇത് സംഭവം എന്താണെന്ന് വെച്ചാല്, എനിക്കൊന്ന് റോമൻസ് ആണെന്ന് തോന്നുന്നു. ഇവിടെ ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു, ഒരു മൂവിങ് വൂംബ് തിയറി എന്നാണ്. ഈ ഹിസ്റ്റീരിയ എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ ഓഫ് ദ യൂട്രസ് എന്നാണ്. അപ്പോൾ മൂവിങ് വൂംബ് എന്ന് പറഞ്ഞൊരു തിയറി ഉണ്ട്. നമ്മുടെ സ്ത്രീകളെ യൂട്രസ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് പല നമ്മുടെ ഇന്റേണൽ ഓർഗൻസിനെയും ചെന്ന് ജാം ആക്കുമ്പോഴാണ് അവർക്ക് വേദന വരുന്നതും അവർ കരയുന്നതും ഒക്കെയുള്ള ഒരു സ്യൂഡോ സയൻസ് ആണ്. ഡോക്ടർ രജിത് കുമാർ മാതിരിയാണോ ജീൻസ് ഇടുമ്പോ? അത് തന്നെ സംഗതി. അപ്പോ അങ്ങനെ ഒരു കൺസെപ്റ്റ് പണ്ടുണ്ടായിരുന്നു. പിന്നെ ഹിപ്പോക്രാറ്റസ് ഒക്കെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇത് ഇങ്ങനെ ഒരു സംഗതി ഉണ്ട് ഹിസ്റ്റീരിയ എന്നൊക്കെ പറഞ്ഞ് ഹിപ്പോക്രാറ്റസ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അത് വന്ന് അത് രൂപാന്തരം പ്രാപിച്ച് ഈ 19th സെഞ്ചുറിയിൽ ഇദ്ദേഹം ഈ ജോൺ മാർട്ടിൻ ഷാർക്കോ ഇതിനെക്കുറിച്ച് കുറെ ക്ലാസ്സുകൾ എടുക്കുന്നു. ഇതൊരു സ്ത്രീകൾക്ക് മാത്രം വരുന്ന ഒരു അസുഖം, ഹിസ്റ്റീരിയ, ഭ്രാന്താണ് ഉദ്ദേശിക്കുന്നത്. ശരിക്കും ആ സമയങ്ങളിൽ ഇത് ഡയഗ്നോസ് ചെയ്യാൻ പറ്റാത്ത സ്ത്രീകൾക്ക് വരുന്ന പെയിന്, അവരുടെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഈവൻ സൈക്കോളജിക്കൽ ഇഷ്യൂസ് ആയിക്കോട്ടെ, ട്രോമാറ്റിക് സ്ട്രെസ്, അങ്ങനെയുള്ള കാര്യങ്ങളെ ഇവർക്ക് എന്താണ് സംഗതി എന്ന് കൃത്യമായി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാതാവുമ്പോൾ ഇത് ഹിസ്റ്റീരിയ ആണെന്ന് പറഞ്ഞിട്ട് ഒരു ക്യാച്ച് സാധനമായിട്ട് ഇട്ടിരിക്കുന്ന സംഗതിയാണ് ഹിസ്റ്റീരിയ. അപ്പോൾ അങ്ങനെയാണ് ഇത് വന്നിരുന്നത്. അത് ഇവിടുന്ന് ഇത് പിക്ക് ചെയ്തത് സിഗ്മണ്ട് ഫ്രോയിഡാണ്. സിഗ്മണ്ട് ഫ്രോയിഡിനെ അറിയാമല്ലോ, വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഈ മേഖലയിൽ ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള ഒരാളാണ് സിഗ്മണ്ട് ഫ്രോയിഡിന്. ഈ പെയിന്റിങ് പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പുള്ളി എവിടെ പോയാലും ഈ പെയിന്റിങ് പുള്ളിയുടെ ഓഫീസിലോ റൂമിലോ ഒക്കെ തൂക്കിയിടുമായിരുന്നു പുള്ളി, സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ഒരു തിയറി, വളരെ രസകരമായ തിയറി ഉണ്ട് ഇതിനെക്കുറിച്ച്. പുള്ളി തിയറൈസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, സ്ത്രീകൾക്ക് ഒരു റിപ്രഷൻ അല്ലെങ്കിൽ ഒരു പാസ്റ്റ് ട്രോമാറ്റിക് ഇവന്റിനെ അവരിങ്ങനെ റിപ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷെ അത് പുറത്തേക്ക് വരുമ്പോഴാണ് ഈ ഒരു പ്രശ്നം വരുന്നതെന്ന് ഒരു തിയറി പുള്ളിക്കാരൻ ഉണ്ടാക്കിയിരുന്നു. പുള്ളിക്കാരന്റെ തിയറി പ്രകാരം ഈ പാസ്റ്റ് ട്രോമാറ്റിക് ഇവന്റ് എന്ന് പറഞ്ഞാൽ, സ്ത്രീകൾ ഡെവലപ്മെന്റ് സ്റ്റേജിൽ എവിടെയോ സ്ത്രീകളുടെ പീനിസ് അവർക്ക് നഷ്ടമാകുന്നു. അപ്പൊ പീനിസ് നഷ്ടമായതിന്റെ ഒരു ട്രോമ അവരുടെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ട്. അത് ചില സമയത്ത് അത് പുറത്തേക്ക് വരുന്നു. അതിന്റെ എക്സ്പ്രഷൻസ് ആണ് ഇതെന്നാണ് പുള്ളിയുടെ ഒരു തിയറി. കുറെ മണ്ടത്തരം പറഞ്ഞിട്ടുണ്ട്, അതിലൊരു മണ്ടത്തരമാണ് ഇത്. പക്ഷെ ഇത് നമ്മുടെ മനസ്സിൽ, നമ്മളിപ്പോ ഇവിടെ ഇരുന്ന് ചിരിക്കുമെങ്കിലും ഇതൊക്കെ ആക്ച്വലി ഈവൻ 20th സെഞ്ചുറിയുടെ തുടക്കം വരെ വളരെ പ്രോമിനന്റ് ആയിട്ട് ആൾക്കാർ കണ്ടിരുന്ന ഒരു സംഗതിയാണ് ഈ ഹിസ്റ്റീരിയ. ഈവൻ ഇന്നുള്ള പല ശാസ്ത്രജ്ഞർ ഇങ്ങനത്തെ പല സംഭവങ്ങൾ വിശ്വസിക്കുന്നുണ്ടല്ലേ? ഉണ്ട്. ഇതെനിക്കൊന്ന് DSM 3 ആയപ്പോഴാണ് ഹിസ്റ്റീരിയ ഒരു മെഡിക്കൽ കണ്ടീഷൻ അല്ല എന്ന് പറയുന്നത് അതിൽ നിന്ന് എടുത്ത് മാറ്റുന്നത്. DSM 3 എൻ്റെ ഒരു ഓർമ്മ, മേ ബി ഐ എം റോങ്. അപ്പോൾ വളരെ ഈ സമീപകാലത്ത് വരെ ഇതൊരു ആക്ച്വൽ ക്ലിനിക്കൽ കണ്ടീഷൻ ആണെന്നുള്ള തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. അപ്പം ബയോളജിക്കലി ഇൻഫീരിയർ ആണ്, കാരണം അവർക്ക് യൂട്രസ് ഉണ്ടല്ലോ, യൂട്രസ് ഉള്ളവർക്കൊക്കെ ഇങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടല്ലോ എന്നുള്ളതാണ് ഹിസ്റ്റീരിയയുടെ ചരിത്രം. ഇനി കുറച്ചും കൂടി ഡാർക്ക് ആയിട്ടൊരു സാധനമാണ് പറയാൻ പോകുന്നത്. ക്രേനിയൽ കപ്പാസിറ്റിയെ കുറിച്ചാണ്. ഇത് സ്ത്രീകളുടെ ബയോളജിക്കൽ ഇൻഫീരിയോറിറ്റി പറയാൻ വേണ്ടി മാത്രമുള്ള ഒരു കാര്യമല്ല. ഇത് അതിൽ കൂടുതലായിട്ട് ചില റേസസിന്, കറുത്ത വർഗ്ഗക്കാർക്കും ബാക്കിയുള്ളവർക്കും
വെള്ളക്കാരെ അപേക്ഷിച്ച് ബുദ്ധി കുറവാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അത് ഇതിൽ കൂടുതൽ 19th സെഞ്ചുറി റിസർച്ച് നടത്തിയിട്ടുള്ളത്. സാമുവൽ മോർട്ടൺ, പോൾ ബ്രോക്ക, അങ്ങനെ കുറെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആൾക്കാരാണ് ഇതിനകത്ത് കുറെ പഠനങ്ങൾ നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ജോർജ് റൊമാനസ് പറയുന്ന ഒരു കാര്യമാണ്, seeing the average brain weight of women is about 5 ounces less than that of men, on merely anatomical ground, we should be prepared to expect a marked inferiority of intellectual power in the former. അപ്പം ഇപ്പോഴും പലരും സ്ത്രീകളുടെ ബ്രെയിൻ 5 ounce കുറവാണ് എന്നുള്ളൊരു സംഗതി, അത് കുറച്ച് ചെറുതാണെന്ന് ഈ നമ്മുടെ നാട്ടിൽ എന്താണ് നമ്മുടെ ഈ ഫാക്ട്സ് ഡോണ്ട് കെയർ അബൌട്ട് യുവർ ഫീലിങ്സ് അല്ലെങ്കിൽ ഫാക്ട് ബേസ്ഡ് പൊളിറ്റിക്സ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഒരാള് ഒരു ക്ലബ് ഹൗസ് ഡിസ്കഷനിൽ പണ്ട് പറഞ്ഞൊരു കാര്യമാണ്, സ്ത്രീകൾക്ക് ബ്രെയിൻ കപ്പാസിറ്റി കുറവാണ് എങ്കിലും അവർ പഠിച്ചത് അതിനെ മറികടക്കുന്നില്ലേ എന്നൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്. അപ്പോൾ അത് നമ്മുടെ മനസ്സിൽ അത്രത്തോളം ഇൻഗ്രെയിൻഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈവൻ ഇതൊരു സ്യൂഡോ സംഗതിയാണെന്ന് അറിയുമെങ്കിൽ പോലും ബ്രെയിൻ ഇത്തിരി ചെറുതാണ് സ്ത്രീകൾക്ക് എന്നുള്ളൊരു സംഗതിയുണ്ട്. അപ്പൊ ഇതിനകത്ത് വമ്പൻ റിസർച്ച് ഒക്കെയാണ് നടന്നിട്ടുള്ളത്. അപ്പോൾ അടുത്ത ഒരു സംഗതി, ഇപ്പൊ പോൾ ബ്രോക്ക എന്ന് പറയുന്ന ഒരാളാണ് ഇതിനകത്ത് കുറെ പേര് നടത്തിയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് പോൾ ബ്രോക്കയുടെ എക്സാമ്പിൾ പറയുന്നതേ ഉള്ളൂ. ഇത് ഈ രണ്ടാമത്തെ പടം ഈഫൽ ടവർ ആണ് കേട്ടോ. ഈഫൽ ടവറിൽ ആലേഖനം ചെയ്ത് വെച്ചിരിക്കുന്ന 72 പേരുണ്ട്. അതിലൊരാളാണ് പോൾ ബ്രോക്ക. ബ്രോക്കയുടെ പേരാണ് ഈഫൽ ടവറിലുള്ള. അദ്ദേഹം ഫിസിക്കൽ ആന്ത്രപ്പോളജിയിൽ ഒരു ജയന്റ് ആണ്. പുള്ളി നമ്മളുടെ തലക്കകത്ത് നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ സ്പീച്ച് പ്രോസസ്സിങ്ങിന്റെ ഒരു ഭാഗമാണ്. ആ ഭാഗത്തിന് പേരിട്ടിരിക്കുന്ന ഇദ്ദേഹത്തിന്റെ പേരിലാണ്. ബ്രോക്കാസ് റീജിയൻ എന്നാണ് ആ ഭാഗത്തിന് പറയുന്നത് പോലും. അപ്പൊ നമ്മുടെ ബ്രെയിനിനുള്ളിൽ വരെയുള്ള ഒരാള് ഈ അയാളുടെ തിയറി പ്രകാരം സ്ത്രീകളുടെ ബ്രെയിൻ സൈസസ് കുറവാണ്. എന്നിട്ട് അത് കണ്ടെത്താനായിട്ട് ഭയങ്കര ശ്രമങ്ങളൊക്കെ ഉണ്ട്. ഭയങ്കര ഫാക്ട് ബേസ്ഡ് ആണല്ലോ ഇവരൊക്കെ. ഇവര് ഈ തലയോട്ടി എടുത്തിട്ട് അതിലേക്ക് ലെഡ് ഗ്രാന്യൂൾസ്, മറ്റേ ഈ തോക്കിലിടുന്ന എന്തോ പെലറ്റ്സ് ഇല്ല, അത് അങ്ങനെ ചെറിയ ഗ്രാന്യൂൾസ് ഇട്ടിട്ട് പിന്നെ അതിന്റെ വോളിയം മെഷർ ചെയ്യും. എന്നിട്ട് വോളിയം കുറവുള്ളത് ബുദ്ധി കുറവാണ്, സ്വാഭാവികമാണല്ലോ. വോളിയം കുറവാണെങ്കിൽ ബുദ്ധി കുറവാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഗതിയാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ ബ്രോക്ക വളരെ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഭയങ്കര കുറെ എക്സ്പീരിയൻസ് ഉണ്ട് പുള്ളിക്ക്. വലിയ കളക്ഷൻ ഓഫ് സ്കളൊക്കെ ഉണ്ട്. അപ്പൊ ഇദ്ദേഹം ചെയ്ത് എന്താന്ന് വെച്ചാല് ആദ്യം കൺക്ലൂഷൻ എടുക്കുന്നു, സ്ത്രീകൾ ഇൻഫീരിയർ ആണ്, അല്ലെങ്കിൽ അതിന് മാത്രമല്ല കറുത്തവർഗക്കാർ ഇൻഫീരിയർ ആണ്. അങ്ങനെ റേഷ്യലായിട്ടും പുള്ളി ചെയ്തിട്ടുണ്ട്. ആ കൺക്ലൂഷൻ ആദ്യം എടുത്തിട്ട് അതിന് വേണ്ട ഇത് ഡാറ്റയാണ് പുള്ളി ശേഖരിക്കുന്നത്. അപ്പൊ അതിന് വേണ്ട ഡാറ്റ ശേഖരിക്കുമ്പോഴത്തേക്കും എന്താണ് നോക്കുമ്പം വോളിയം കുറവാണ്, therefore my theory is proven എന്നാണ് പറയുന്നത്. പിന്നെ മറ്റൊരു ഈ റേഷ്യൽ ആയിട്ടുള്ള കാര്യം പറയുകയാണെങ്കിൽ ഈ പ്രോഗ്നാത്തസ് വേഴ്സസ് ഓർത്തോനാത്തസ്. പ്രോഗ്നാത്തസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജോ പ്രൊട്രൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കറുത്തവർഗക്കാരുടെ ജോ പ്രൊട്രൂഡ് ചെയ്തിരിക്കുന്നു. അവർ സിമിലർ ടു ഏപ്പ്, കാരണം ഏപ്സിന്റെ ജോ പ്രൊട്രൂഡഡ് ആണ്, അതുകൊണ്ട് കറുത്തവർഗക്കാർ അത്ര എവോൾവ് ആയിട്ടില്ല. എന്നാൽ വെള്ളക്കാരുടെ ഓർത്തോഗ്നാത്തസ് ജോ ആണ്, കുറച്ച് പതിഞ്ഞ ജോ ആണ്. അത് ഇവോൾവ് ആയിട്ടുള്ള, വളരെ കൾച്ചറലി ലിബറേറ്റഡ് ആയിട്ടുള്ള, കൂടുതൽ ഒരു ബുദ്ധിയുള്ള മനുഷ്യന്റെ ലക്ഷണമാണ് എന്ന് ഒരു തിയറി. അതിന്റെ തമാശ എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ഒരു കൺക്ലൂഷൻ ആദ്യം എടുത്തിട്ട് ഇതാണ് അതിന് കാരണം, അതിന് കൺക്ലൂഷന് വേണ്ട എവിഡൻസ് ആണ് കൊടുക്കുന്നത്. അന്നത്തെ ഫാക്ട് ഡോണ്ട് കെയർ അബൌട്ട് ബ്രോ ആണ് ഈ പോൾ ബ്രോക്ക. ഫാക്ട് ഇതാണ്, നോക്കൂ ഞാൻ എന്ത് ചെയ്യാനാണ് അത് ഞാൻ പറയാൻ കാരണം, നമ്മുടെ മിസ്മെഷർ ഓഫ് മാൻ എന്ന് പറഞ്ഞിട്ട് സ്റ്റീവൻ ജെ ഗോൾഡിന്റെ ഒരു ബുക്ക് ഉണ്ട്. അതിനകത്ത് ഈ പോൾ ബ്രോക്കയെ കുറിച്ച് പറയുന്നതിനകത്ത് പോൾ ബ്രോക്ക പറഞ്ഞതായിട്ട് പറയുന്നതാണ്, ഞാൻ എന്ത് ചെയ്യാനാ, നേച്ചർ ഇങ്ങനെ ആയി പോയില്ലേ, ഞാൻ എന്ത് ചെയ്യാനാ, ദീസ് ആർ ഫാക്ട് എന്നാണ് പുള്ളി പറയുന്നത്. ഇതില് ആക്ച്വലി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വി ആർ നോട്ട് ഡിനൈങ് ദി ആക്ച്വൽ സയൻസ് ദാറ്റ് ദീസ് ഗൈസ് ഡിഡ്. ലൈക്ക് ഇങ്ങനെയുള്ളവരുടെ റിയൽ കോൺട്രിബ്യൂഷൻസിനെ നമ്മൾ ബിലിറ്റിൽ ചെയ്യല്ല. പക്ഷെ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ സയൻസ് എന്നുള്ള ഡൊമൈനിൽ ഹിസ്റ്റോറിക്കലി തന്നെ ആളുകൾ ഇങ്ങനെയുള്ള ജെൻഡർ ബയസ്ഡ് ആയിട്ടുള്ള വ്യൂസ് എടുത്തുകൊണ്ടിരുന്നവരാണ്. ഇവരൊന്നും തന്നെ ഒരു ബയസിൽ നിന്ന് രക്ഷപ്പെട്ട മനുഷ്യരല്ല. ബ്രോക്കയുടെ ഒരുപാട് ഇൻഫ്ലുവൻഷ്യൽ വർക്കുകൾ ഉണ്ടായിരിക്കും ബ്രെയിനിനെ പറ്റിയുള്ള, പക്ഷെ ദീസ് ആർ ദ തിങ്സ് ദാറ്റ് ഹാപ്പൻസ്. അപ്പം ഈ സയൻസ് ചെയ്യുന്നവരും സയൻസും ഒന്നും സൊസൈറ്റിയിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സംഭവമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അബ്സല്യൂട്ട്ലി. അതാണ് ഇപ്പം ഡാർവിൻ എന്ന് പറഞ്ഞ ആളെ വളരെ അധികം ആൾക്കാർ ഇന്നും പ്രശംസിക്കുന്ന ഒരാളാണ്. കാരണം ഒബ്സർവേഷൻ, ഇത്രയും കാലം മനുഷ്യർ മൃഗങ്ങളെ കണ്ടു, പക്ഷെ ആ ഒബ്സർവേഷൻ ആരും നടത്തിയിട്ടില്ല. ഡാർവിനാണ് നടത്തിയത്. ഹി ഡിസേർവ്സ് ക്രെഡിറ്റ് ഫോർ ഇറ്റ്, അബ്സല്യൂട്ട്ലി. പക്ഷെ നമുക്ക് മനസ്സിലാക്കേണ്ട, മനുഷ്യർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇല്ല, അവർ മിസ്റ്റേക്സ് ചെയ്യും. ഇങ്ങനെയുള്ള ബയസ് മൂലമുള്ള ഇപ്പോഴും സെക്ഷൽ സെലക്ഷന്റെ കാര്യത്തിലും ഡാർവിന്റെ ഒബ്സർവേഷൻ അവിടെയും കറക്റ്റ് ആണ്.
ആ ഇൻഫറൻസിൽ മാത്രമാണ് തെറ്റിപ്പോയത്. അപ്പം നമ്മൾ അതാണ് പറയുന്നത്, അങ്ങനെയുള്ള ജെൻഡർ ബയസ് മൂലമുള്ള പ്രശ്നം. ഇപ്പൊ പോൾ ബ്രോക്ക ഈ ബ്രോക്കാസ് റീജിയൻ കണ്ടുപിടിച്ചു, ഹി ഡിസേർവ്സ് ക്രെഡിറ്റ് ഫോർ ഇറ്റ്, അതായത് നമ്മളത് എടുത്ത് കളയാൻ പറയുന്നില്ല. പക്ഷെ പോൾ ബ്രോക്ക ഓൾസോ ഡിഡ് സച്ച് ആൻഡ് സച്ച് സ്റ്റുപ്പിഡിറ്റീസ്. അത് നമ്മൾ കോൾ ഔട്ട് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ അങ്ങനെ പറയുമ്പോൾ എന്നാ നമുക്ക് ബ്രോക്കാസ് റീജിയന്റെ പേര് മാറ്റിയിട്ട് അങ്ങനെയൊന്നും അല്ല പറയുന്നത്. അല്ലെങ്കിൽ ഇനി മുതൽ നാച്ചുറൽ സെലക്ഷൻ, എവല്യൂഷൻ നമ്മൾ പറയൂല, അങ്ങനെയൊന്നും നമ്മൾ പറയുന്നില്ല. അപ്പോൾ നമുക്ക് അടുത്ത ഇതിലേക്ക് പോവാം. ഇപ്പോ അടുത്ത ഒരു സംഗതി എന്ന് പറഞ്ഞാൽ അത് ന്യൂറോ സെക്സത്വത്തിനെ കുറിച്ചാണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡൊമൈനാണ്. കാരണം നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു 19th സെഞ്ചുറിയിലും 20th സെഞ്ചുറിയിലും ഈവൻ ടുഡേ ഉണ്ട്, എന്നാലും 20th സെഞ്ചുറി 19th സെഞ്ചുറിയിലൊക്കെ വളരെ പ്രിവലന്റ് ആയിട്ടിരുന്ന ടൈപ്പ് ഓഫ് ഒരു ഈ ജെൻഡർ ബയസിനെ കുറിച്ചാണ്. പക്ഷേ ഇന്ന് ആക്റ്റീവ്ലി നമ്മളുടെ ഡിസ്കോഴ്സസുകളിൽ നിലനിൽക്കുന്ന ഒരു സംഗതി ന്യൂറോ സെക്സിസം ആണ്. ഈ വാക്ക് എനിക്കൊന്നും പലർക്കും അത്ര പരിചിതമായിരിക്കില്ല, എങ്കിലും ഈ സംഗതി പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് സംഗതി പിടികിട്ടുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ അതിനു മുമ്പ് ഞാൻ കോട്ട് വായിക്കാം. അടുത്ത ടെസ്റ്റ് ആണ് പ്രതീക്ഷിന്. Women in science. I think having all these women around makes it more fun for the men, but they are probably less effective. ഇത് പറഞ്ഞത് ആരാണെന്നൊന്ന് ഗസ് ചെയ്യാമോ? ഇത് ഒരു നമ്മുടെ ഈ അടുത്ത കാലത്ത് വലിയൊരു ഡിസ്കവറി നടത്തിയ, നമ്മുടെ ബയോളജിയുടെ റെവല്യൂഷണൈസ് ചെയ്ത വേറൊരു ഡിസ്കവറി നടത്തിയ ആളാണ് ഇത് പറയുന്നത്. ഞാൻ പറയാം. പക്ഷെ എനിക്ക് തോന്നിട്ട് കേട്ടിട്ട് ഡോക്കിൻസ് പറയാൻ സാധ്യതയുണ്ട്. പക്ഷെ ഡോക്കിൻസ് അത്ര വലിയ ഡിസ്കവറി ഒന്നും നടത്തിയിട്ടില്ലല്ലോ. അല്ല, ഡോക്കിൻസ് അല്ല. ഡോക്കിൻസ് പക്ഷെ ഇങ്ങനെയുള്ള പലതിനെയും കോട്ട് ചെയ്യാറുണ്ട്, പക്ഷെ ഡോക്കിൻസ് അല്ല. ഇത് പറഞ്ഞത് ജെയിംസ് വാട്സൺ ആണ്. വാട്സൺ ആൻഡ് ക്രിക്കിലെ DNA ഡബിൾ ഹെലിക്സ് കണ്ടുപിടിച്ച വാട്സൺ ആൻഡ് ക്രിക്കിലെ ജെയിംസ് വാട്സന്റെ കോട്ടാണ് ഇത്. ഐ തിങ്ക് ഹാവിംഗ് ഓൾ ദീസ് വിമൻ അറൗണ്ട് മേക്സ് ഇറ്റ് മോർ ഫൺ ഫോർ ദ മെൻ. അവിടെയും മെന്നാണ്, ആണുങ്ങൾക്കൊരു ഫണ്ണാണ്, പക്ഷെ അവര് ലെസ് എഫക്റ്റീവ്. ശാസ്ത്രത്തിൽ അവര് വലിയ കാര്യമൊന്നുമില്ല, പിന്നെ ആണുങ്ങൾക്കൊരു ഫണ്ണ്. അത് ശാസ്ത്രത്തിൽ വർക്ക് ചെയ്യുന്ന സ്ത്രീകളെ കുറിച്ചുള്ള പുള്ളിയുടെ അഭിപ്രായമാണിത്. അപ്പോ അദ്ദേഹം കുറെ റേസിസ്റ്റ് റിമാർക്സ് ഒക്കെ നടത്തിയിട്ടുണ്ട്. അഗെയിൻ അതുകൊണ്ട് പുള്ളിയുടെ കണ്ടുപിടുത്തങ്ങൾ ഇല്ലാന്ന് നമ്മൾ പറയുന്നില്ല. എനിവേ, അപ്പൊ ഇത് സംഗതി എന്താന്ന് വെച്ചാല്, ഇപ്പോ ഒരു ഇൻസിഡന്റ് പറയാം. അതായത് നമ്മുടെ കേരളത്തിലെ ഫ്രീ തിങ്കിങ് കമ്മ്യൂണിറ്റിയിൽ ഒരിടയ്ക്ക് ഒരു സ്പ്ലിറ്റ് നടന്നിരുന്നു. ഒരു സ്പീച്ച് വന്നതിനെ തുടർന്നുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളിൽ ഒരു സ്പ്ലിറ്റ് വന്നു. ആ സ്പ്ലിറ്റിൽ ഒരു വിഭാഗം ഒരു പ്രോ ഫെമിനിസ്റ്റ് നിലപാടെടുക്കുന്നു, മറ്റൊരു വിഭാഗം ആന്റി ഫെമിനിസ്റ്റ് നിലപാടെടുക്കുന്നു. ഇതില് ഈ ആന്റി ഫെമിനിസ്റ്റ് നിലപാടെടുക്കുന്ന അവര് എല്ലാവരും സ്ത്രീ വിരുദ്ധരായതുകൊണ്ടൊന്നല്ല, പക്ഷെ അവരുടെ പോയിന്റ് ഓഫ് വ്യൂ, ഈ ആന്റി ഫെമിനിസ്റ്റ് നിലപാടെടുക്കുന്ന ആൾക്കാരുടെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത്, സ്ത്രീകൾ ബയോളജിക്കലി വ്യത്യസ്തരാണ്, ആണിൽ നിന്ന് ബയോളജിക്കലി വ്യത്യസ്തരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ കഴിവുകളിൽ, ആണിന്റെയും സ്ത്രീയുടെയും കഴിവുകൾ വ്യത്യസ്തമാണ്. അതുകൊണ്ടാണ് സ്ത്രീകൾ ചില പ്രത്യേക ജോലികളിൽ പോകുന്നതും ആണുങ്ങൾ ചില പ്രത്യേക ജോലികളിൽ കൂടുതൽ എഫക്റ്റീവ്. അപ്പം നമ്മൾക്ക് ഈ ബയോളജിക്കൽ ഡിഫറൻസിനെ നമ്മൾ ഡിനൈ ചെയ്യരുത്. ഫെമിനിസം ഇത് ഡിനൈ ചെയ്യുന്നു. ഫെമിനിസം ഒരു ബയോളജിക്കൽ ഡിഫറൻസും ഇല്ല എന്ന് പറയുന്നു, വോക്കുകളും പറയുന്നു. ഇത് തെറ്റായ വാദമാണ്. അങ്ങനെ ആരും പറയുന്നില്ല. ബയോളജിക്കലി ഇത്രയും നേരം നമ്മൾ പറഞ്ഞതെന്ന് തന്നെ അറിയാം, നമ്മൾ എന്തുകൊണ്ടാണ് ഈ ക്ലിനിക്കൽ ട്രയലിൽ സ്ത്രീകൾ ഉൾപ്പെടുത്തണം എന്ന് പറയുന്നത് ബയോളജിക്കലി ഡിഫറെന്റ് ആയതുകൊണ്ടാണ്. അപ്പോൾ ഈ സ്ത്രീകള് ബയോളജിക്കലി ഡിഫറെന്റ് ആണെന്നുള്ള ഫാക്ട് നിങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നാണ് ഈ ആന്റി ഫെമിനിസ്റ്റ് സ്റ്റാൻഡ് പറയുന്ന ആൾക്കാർ പറയുന്നത്. അപ്പൊ അതൊരു വലിയൊരു, എനിക്കൊന്ന് ഫ്രീ തിങ്കർ ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഒന്നുണ്ട്, അവിടെ വലിയൊരു തർക്കമായിരുന്നു ഈ സംഗതി. അത് ഇന്നും അത് തുടരുന്നുണ്ട്. അതിനകത്ത് പ്രത്യേകിച്ച് സൊല്യൂഷൻ ഒന്നും വന്നിട്ടില്ല. ഒരു വിഭാഗം വളരെ ശക്തമായിട്ട് ഫെമിനിസം അല്ല വേണ്ട, നമുക്ക് ഹ്യൂമനിസം ആണ് വേണ്ടത് എന്നൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട്. അവരുടെ പോയിന്റ് ഓഫ് വ്യൂ ഇതാണ്. അവർ പറയുന്നത് ഈ ഡിഫറൻസിനെ ഫെമിനിസ്റ്റുകൾ അംഗീകരിക്കുന്നില്ല, ബയോളജിക്കൽ ഡിഫറൻസ് ഉണ്ടെന്നുള്ളത് അംഗീകരിക്കുന്നില്ല എന്നുള്ള ഒരു തെറ്റായ വാദമാണ് അവർ പറയുന്നത്. ഇതിനാണ് ന്യൂറോ സെക്സിസം എന്ന് പറയുന്നത്. സംഗതി എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് സ്റ്റഡീസ് ഉണ്ട് ഈ ബയോളജിക്കൽ ഡിഫറൻസിനെ കുറിച്ച്. ബയോളജിക്കൽ ഡിഫറൻസ് ഉണ്ടെന്നുള്ള കാര്യം ആരും ഡിനൈ ചെയ്യുന്നില്ല, ബയോളജിക്കലി ഡിഫറെന്റ് ആണ്. പക്ഷെ ഇതിനകത്ത് ഇവരുടെ കഴിവുകൾ, അല്ലെങ്കിൽ നമ്മളുടെ സൊസൈറ്റിയിൽ ഇപ്പോൾ സ്ത്രീകൾ കൂടുതൽ ടീച്ചിങ് ജോബുകള്, കെയറിങ് ജോബുകള്, ഇതൊക്കെ പോകുന്നത് ഈ ഡിഫറൻസ് കാരണമാണ് എന്നുള്ളൊരു തിയറി വരുമ്പോഴാണ് പ്രശ്നം. കാരണം ഡിഫറൻസുകൾ ഉണ്ടെങ്കിലും അത് എക്സാജറേറ്റ് ചെയ്ത് പറയുന്നു എന്നുള്ളതാണ് ഈ ഫെമിനിസ്റ്റ് പക്ഷത്ത് നിൽക്കുന്ന ആൾക്കാർ പറയുന്നത്. അപ്പൊ അതിനകത്തൊരു മേജർ തിയറിയാണ് എംപത്തൈസിങ് സിസ്റ്റമൈസിങ് തിയറി, ES തിയറി എന്ന് പറയുന്നത്. സൈമൺ ബാരൺ കോഹൻ എന്ന് പറയുന്ന, ഹാർവേഡ് ആണോ ഓക്സ്ഫോർഡ് ആണെന്ന് ഞാൻ മറന്നുപോയി, ഓക്സ്ഫോർഡ് ആണെന്ന് തോന്നുന്നു, ഓക്സ്ഫോർഡിലെ ഒരു പ്രൊഫസർ ആണെന്നാണ് എന്റെ തോന്നുന്നത്, മേ ബി ഹാർവേഡ്, മറന്നുപോയി. എനിവേ,
ഇദ്ദേഹം പറയുന്ന ഇദ്ദേഹത്തിന് കുറെ സ്റ്റഡീസ് ഉണ്ട്. ഇദ്ദേഹത്തിന്റെ സ്റ്റഡീസ് ഒക്കെ തന്നെ ഈ ജെൻഡർ ഡിഫറൻസിനെ കുറിച്ചുള്ള ഒരു സ്റ്റഡീസ് ആണ്. അപ്പം ഇദ്ദേഹം തിയറൈസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാല് സ്ത്രീകൾക്ക് കൂടുതൽ ഒരു എംപത്തൈസിങ് മൈൻഡ് ആണ് ഉള്ളത്, പുരുഷന്മാർക്ക് കൂടുതൽ സിസ്റ്റമൈസിങ് മൈൻഡും ആണ് ഉള്ളത്. അത് വളരെ ഇൻഹറന്റ് ആണ്, അത് ബയോളജിക്കലാണ്. ഈവൻ കൊച്ചുകുട്ടികളിൽ മുതൽ അത് എവിഡന്റ് ആണെന്നുള്ളതാണ് തിയറി. അതുകൊണ്ട് തന്നെ അവർക്ക് താല്പര്യമുള്ള വിഷയം, സ്ത്രീകൾക്ക് താല്പര്യം കെയറിങ്, വീട്ടുജോലികൾ ചെയ്യാൻ, അല്ലെങ്കിൽ വീട്ടിലുള്ള ഓൾഡർ ആയിട്ടുള്ള ആൾക്കാരെ, കുട്ടികളെ കെയർ ചെയ്യാനായിരിക്കും താല്പര്യം. അല്ലെങ്കിൽ കെയറിങ് ടൈപ്പ് ജോലി, നേഴ്സ്, ടീച്ചിങ്, അങ്ങനെയുള്ള ജോലികളിലായിരിക്കും സ്ത്രീകൾക്ക് താല്പര്യം. സിസ്റ്റമൈസിംഗ് എന്ന് പറഞ്ഞാൽ കൂടുതൽ മാത്തമാറ്റിക്സ്, എഞ്ചിനീയറിംഗ്, ക്രിട്ടിക്കൽ തിങ്കിങ്, ഇതൊക്കെയുള്ള വേണ്ടി വരുന്ന ഫീൽഡ് ഡൊമൈൻസിൽ ആണുങ്ങൾക്കാണ് കൂടുതൽ താല്പര്യവും കഴിവും എന്നുള്ള ഒരു തിയറിയാണ് എംപത്തൈസിങ് സിസ്റ്റമൈസിങ് തിയറി. ഇത് ഒരു സൈമൺ ബാരൻ കോഹന്റെ ഇതിന് മുമ്പിൽ ഒരു മൈൻഡ് ബ്ലൈൻഡ്നെസ് തിയറി എന്നൊക്കെ പറഞ്ഞിട്ടൊരു തിയറി കൊണ്ടുവന്നു. പക്ഷെ അതൊക്കെ വളരെയധികം വിമർശനങ്ങൾക്ക് വിധേയമായ ഒരു തിയറിയാണ്. അതുപോലെ തന്നെ ഈ ES തിയറിയും വളരെയധികം വിമർശനങ്ങൾക്ക് വിധേയമായിട്ടുണ്ട് ഫ്രം ഫെമിനിസ്റ്റ് ഫിലോസഫേഴ്സ് അല്ലെങ്കിൽ ഫെമിനിസ്റ്റ് സയന്റിസ്റ്റ്. കോഡേലിയ ഫൈൻ, ജീന റിപ്പൺ, അങ്ങനെ കുറെ ആൾക്കാർ ഇതിനെ വളരെ ശക്തമായിട്ട് എവിഡൻസ് ഉപയോഗിച്ച് തന്നെ ഇതിനെ എതിർത്തിട്ടുണ്ട്. അപ്പൊ അവർ പറയുന്ന പല കാര്യങ്ങളും നമുക്ക് അടുത്തൊരു സെഷനിൽ ഡിസ്കസ് ചെയ്യാം അതിനെക്കുറിച്ച് കൂടുതലായിട്ട്. അതുകൊണ്ട് ഞാനിത് അത്ര ദീർഘിപ്പിക്കുന്നില്ല. ഞാനിത് പറയാൻ കാരണം ഈ ഒരു തിയറി വെച്ചിട്ട് ഇപ്പോഴും ഒരുപക്ഷെ പ്രതീക്ഷ കേട്ടിട്ടുണ്ടാകും, സ്ത്രീകൾക്ക് സ്പോർട്സിൽ താല്പര്യമില്ല, ആർട്സിലാണ് താല്പര്യം, അങ്ങനെയുള്ള കുറെ സാധനങ്ങൾ ഇപ്പോഴും ഞാൻ കേട്ടിട്ടുള്ള വേറൊരു വേർഡിംഗ് ആണ്. സോ മെൻ ആർ ഇൻട്രസ്റ്റഡ് ഇൻ തിങ്സ് ആൻഡ് വിമൻ ആർ ഇൻട്രസ്റ്റഡ് ഇൻ പീപ്പിൾ. എക്സാക്ട്ലി, അത് തന്നെ സംഗതി. അപ്പോൾ ഇതിന്റെ പല ഫോംസ് നമ്മുടെ സമൂഹത്തിൽ സ്ഥിരമായി കേൾക്കുന്നതാണ്. അപ്പൊ ഇതൊരു സ്റ്റീരിയോ ടൈപ്പിംഗ് ബയസും കൂടെയാണ് ഇതിനകത്ത് വരുന്നത്. സ്ത്രീകൾക്ക് ഇതേ പറ്റൂ എന്ന് ചെറുപ്പം മുതലേ ഇങ്ങനെ കേട്ട് വരുന്ന ഒരാൾക്കാരാണ്. അപ്പം അതിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ് ജെൻഡർ പാരഡോക്സ് എന്നുള്ള സംഗതി. അത് എന്താന്ന് വെച്ചാല് ഒരു സ്റ്റോയ്റ്റ് ആൻഡ് ഗേരി എന്ന് പറഞ്ഞ ഒരു സ്റ്റഡി വെച്ചിട്ടാണ് അത്. അവർ പറയുന്നത് എന്താന്ന് വെച്ചാല് നമ്മളെ ഈ ഡെവലപ്ഡ് കൺട്രീസിൽ കൂടുതൽ ഈ ജെൻഡർ ഗ്യാപ്പ് കുറഞ്ഞ രാജ്യങ്ങൾ, സ്കാൻഡിനേവിയൻ കൺട്രീസിൽ, അവിടെയൊക്കെ സ്ത്രീകൾ കൂടുതലും ഇങ്ങനെ സ്റ്റെം ഫീൽഡിൽ തെരഞ്ഞെടുക്കുന്നില്ല എന്നുള്ള ഒരു സംഗതിയാണ്. അതെന്തുകൊണ്ടായിരിക്കും എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ആ പേപ്പർ പോസ് ചെയ്യുന്നത്. അവർ പറയുന്നു, അവർ കുറേയധികം രാജ്യങ്ങളിലെ ഡാറ്റ കളക്ട് ചെയ്തിട്ട് അത് റീഡ് ചെയ്തിട്ട് അവർ പറയാണ്, പല രാജ്യങ്ങളിലും ഈ ജെൻഡർ ഡിഫറൻസ്, ജെൻഡർ ഗ്യാപ്പ് കൂടുതലുള്ള രാജ്യങ്ങളിലൊക്കെ സ്ത്രീകൾ കൂടുതൽ സ്റ്റെം ഫീൽഡിലുണ്ട്. പക്ഷെ സ്ത്രീകൾക്ക് കുറേ കൂടി ഫ്രീഡം ഉള്ള രാജ്യങ്ങളിൽ അവർ ഈ സ്റ്റെം ഫീൽഡിലേക്ക് വരുന്നില്ല. അതെന്താണ് അതിന്റെ അർത്ഥം എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ പോസ്റ്റ് ചെയ്താണ് ആ പേപ്പർ എൻഡ് ചെയ്യുന്നത്. അപ്പൊ അവർ സജസ്റ്റ് ചെയ്യുന്ന ഇതാണ്, ബിക്കോസ് സ്ത്രീകൾക്ക് ഈ ES തിയറി തന്നെയാണ് അവർ സജസ്റ്റ് ചെയ്യുന്നത്. അവർക്ക് ഇതിനോട് വലിയ താല്പര്യമില്ല, കഴിവില്ല എന്ന് പറയുന്നില്ല. കാരണം സ്റ്റോയ്റ്റ് ആൻഡ് ഗേരി പേപ്പറിൽ തന്നെ പറയുന്നുണ്ട്, ആ കഴിവിനെ ഇതിന്റെ പെർഫോമൻസ് അവര് നോക്കിയപ്പോൾ ആക്ച്വലി സ്ത്രീകളാണ് ഒരല്പം പുരുഷന്മാരെക്കാട്ടിലും സ്കോർ ചെയ്തത് പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ. സ്കൂളിലുള്ള പെർഫോമൻസ് ഏതൊരു ടെസ്റ്റ് വെച്ചിട്ടാണ് അത് നോക്കിയത്. അങ്ങനെ നോക്കിയപ്പം കഴിവുണ്ട് പക്ഷെ താല്പര്യമില്ല എന്നുള്ളൊരു സംഗതിയാണ് അവർ പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കണം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്കിലാണ് ആ പേപ്പർ അവസാനിക്കുന്നത്. അപ്പം നമ്മളുടെ ഈ മെനിനിസ്റ്റ് അല്ലെങ്കിൽ ഇൻസെൽ അങ്ങനെയുള്ള ഒരുപാട് ഗ്രൂപ്പുകൾ ഇന്ന് വളരെ വളരെ ആക്റ്റീവായി വരുന്നുണ്ട്. ഇവരുടെ ഒരു ബൈബിള് പോലത്തെ ഒരു സാധനമാണ് ഈ സ്റ്റഡി. സ്ത്രീകൾക്ക് ഇതിൽ ഒന്നും താല്പര്യമില്ല, സ്ത്രീകൾ ദേ ആർ മോർ ഫിറ്റ് ഫോർ വീട്ടുജോലി അല്ലെങ്കിൽ അങ്ങനെയുള്ള ജോലികളിലാണ് അവർക്ക് താല്പര്യം എന്ന് പറയാൻ വേണ്ടി അവർ ഉപയോഗിക്കുന്ന. ഞങ്ങൾ ആരെയും ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നില്ല. ഇന്ന് പക്ഷെ അവരത് പറയുന്നില്ലല്ലേ, കാരണം ഇത് ഒരുപാട് ഡിസ്കസ് ചെയ്ത് ഇനി അത് ഓടത്തില്ല എന്ന് മനസ്സിലായതുകൊണ്ടാണ് ഏകദേശം വന്ന സമയത്ത് പ്രത്യേകിച്ച് ആർക്കും സ്റ്റഡി അറിയില്ലായിരുന്നു. അന്ന് സ്റ്റഡി വായിച്ചിട്ടില്ലാത്തവരുടെ മുമ്പിൽ പോയി സ്റ്റഡി വെച്ച് ഭയങ്കര ഇതായിരുന്നു. അതെ, അപ്പം ഇതിന്റെ തന്നെ ഒരു എക്സ്റ്റൻഷൻ ആണ് ഗൂഗിൾ മെമ്മോ വിവാദം. അത് 2017 ആണെന്നാണ് എൻ്റെ ഓർമ്മ. ഒരു ഗൂഗിളിൽ വർക്ക് ചെയ്യുന്ന ഒരാള് ഒരു മെമ്മോ റിലീസ് ചെയ്യുന്നു. അത് പറയുന്നത് എന്താന്ന് വെച്ചാല്, നമ്മൾ ഗൂഗിളിനകത്ത് ഇങ്ങനെ സ്ത്രീകൾക്കുള്ള എന്തെങ്കിലും കോട്ട അല്ലെങ്കിൽ കൂടുതൽ ഡൈവേഴ്സിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടി സ്ത്രീകളെ ഹയർ ചെയ്യുന്ന പരിപാടി നിർത്തണം. കാരണം എന്താന്ന് വെച്ചാൽ ഈ സ്റ്റഡീസ് ഒക്കെയാണ് പുള്ളി പറയുന്നത്. ഈ സൈമൺ ബാരൻ കോഹന്റെയും ഈ ജെൻഡർ പാരഡോക്സ് സ്റ്റഡീസ് ഒക്കെ എടുത്തിട്ടാണ് അലക്കുന്നത്. പറയുന്നത് എന്താന്ന് വെച്ചാല്, ജെൻഡർ പാരഡോക്സ് ഉണ്ടോ ആ സമയത്ത് ഇറങ്ങിയിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല, ബട്ട് സൈമൺ ബാരൻ കോഹന്റെ സ്റ്റഡി ഡെഫിനറ്റ്ലി പറയുന്നത് എന്താന്ന് വെച്ചാല്, ഇവർക്ക് ഇതിനകത്ത് സ്കില്ല് കുറവാണ്. അവർക്ക് സ്കില്ലുണ്ട്, സ്കില്ലില്ലെന്നൊന്നും പറയുന്നില്ല, സ്കില്ലുണ്ട്. പക്ഷെ
സ്റ്റെം മറ്റേ എഞ്ചിനീയറിംഗ് ഫീൽഡ് അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് ഫീൽഡിൽ ഒരു കഴിവില്ല. അതുകൊണ്ട് നമ്മൾ കോട്ട കൊടുക്കുമ്പോൾ അതൊരു തെറ്റായ ഒരു ആണുങ്ങളോട് ചെയ്യുന്ന, കഴിവുള്ള ആൾക്കാരോട് ചെയ്യുന്ന ഒരു ദ്രോഹമാണത് എന്നൊക്കെ പറഞ്ഞിട്ടൊരു മെമ്മോ റിലീസ് ചെയ്തത്. അതിനകത്ത് കുറെ സയന്റിഫിക് കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് അത് സർക്കുലേറ്റ് ചെയ്തത്. ഗൂഗിൾ അതൊരു വിവാദമായി, കാരണം ഇതൊരു ന്യൂറോസെക്സിസ്റ്റ് സംഗതിയാണെന്നുള്ള ഒരു കാര്യത്തിൽ വിവാദമായി. ഗൂഗിൾ ഇയാളെ ഫയർ ചെയ്യുന്നുണ്ട്. പക്ഷെ ഫയർ ചെയ്തപ്പോൾ ഒരു സൊസൈറ്റിയിൽ വലിയൊരു ബാക്ക്ലാഷ് ഉണ്ടായി. കാരണം ഇത് സത്യമല്ലേ പറഞ്ഞ അയാള്, പിന്നെന്തിനാണ് നിങ്ങൾ ഫയർ ചെയ്യുന്ന അയാളെ അനുകൂലിച്ചുകൊണ്ട് കുറെ ആൾക്കാർ മുമ്പോട്ടേക്ക് വന്നു. അപ്പോൾ അതൊരു വലിയ വിവാദമായി. ഗൂഗിൾ മെമ്മോ അത് സയന്റിഫിക് ആണോ അല്ലയോ എന്നുള്ള കാര്യത്തിൽ വലിയൊരു വിവാദം നടന്നു. അപ്പൊ നമുക്ക് അതിനെക്കുറിച്ചൊക്കെ, ഈ ന്യൂറോസെക്സിനെ കുറിച്ച് നമുക്ക് അടുത്ത സെഷനിൽ കൂടുതൽ ഒരു വിശദമായിട്ട് നമുക്കതിനെ വിശകലനം ചെയ്യാം. എങ്ങനെയാണ് ഫെമിനിസ്റ്റ് ഫിലോസഫി ഈ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്തിട്ടുള്ള എന്നുള്ള അടുത്ത ഇതിൽ നോക്കാം. അപ്പൊ നമ്മൾ ഇത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഒരു പാറ്റേൺ നമുക്ക് തിരിച്ചറിയാം. ഈ സയൻസിനകത്ത് സ്ത്രീകളെ എങ്ങനെയാണ് പോർട്രേ ചെയ്യുന്നത്. തുടക്കത്തിൽ മനുഷ്യരെയല്ല എന്ന് പറയുന്നിടത്ത് നിന്ന് മാറിയിട്ട് മനുഷ്യരാണ്, ബയോളജിക്കലി ആണിന്റെ അത്രയൊന്നും ഇല്ല, ബുദ്ധി ഇത്തിരി കുറവാണ് എന്നുള്ളൊരു സംഗതിയിലേക്ക് എത്തി. പിന്നെ അവിടെ നിന്നിട്ട് ഇപ്പൊ കുറച്ചും കൂടി ന്യൂവാൻസ്ഡ് ആയിട്ട് കഴിവുണ്ട്, പക്ഷെ ചില മേഖലകളിൽ മാത്രമാണ് അവരുടെ കഴിവ്. കാരണം ബയോളജിക്കലി താല്പര്യമില്ല, അതുകൊണ്ടാണ്. കഴിവൊക്കെ ഉണ്ട്, പക്ഷെ അവർക്ക് ചില മേഖലകളിലാണ് എക്സൽ ചെയ്യാൻ പറ്റുന്നത്. ബയോളജിക്കൽ ഡിഫറൻസ് ഉണ്ടല്ലോ. അപ്പം ബയോളജിക്കൽ ഡിഫറൻസ് ഉള്ളത് കൊണ്ട് therefore hence this is justified. കോംപ്ലക്സ് ആയതുകൊണ്ട് നമ്മൾ പഠിക്കാതിരിക്കുകയാണ്. അതെ, അങ്ങനെ അതിന്റെ ഒരു എവല്യൂഷൻ, ആ ഒരു ചേഞ്ച് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ബാറ്റിൽ ചെയ്യുന്നത് ഈ ന്യൂറോസെക്സിസം എന്ന് പറയുന്ന സംഗതിയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ബാറ്റിൽ ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ രസകരമായ ആസ്പെക്ട് എന്ന് പറഞ്ഞാല് ഈ ഓരോ ഇൻസിഡന്റിലും നമ്മൾ കരുതും ഞാൻ സ്ലൈഡ് ഒന്ന് ബാക്കിലേക്ക് പോവാം, എന്നിട്ട് ആ ക്രിറ്റിസിസത്തിലേക്ക് ഒന്ന് പോവാം. ഓക്കെ, ഈ ക്രിറ്റിസിസത്തിനകത്ത് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞല്ലോ സയൻസ് ഒബ്ജക്റ്റീവ് ആണ് എന്ന് പറഞ്ഞ ഒരു സംഗതി. ഒബ്ജക്റ്റീവ് ആണോ? ഇത്രയും കേട്ടിട്ട് ഒബ്ജക്റ്റീവ് ആണെന്ന് തോന്നുന്നുണ്ടോ? ഒബ്ജക്റ്റീവ് സ്ട്രൈവ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഒബ്ജക്റ്റീവ് ഡിസൈർ ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു മേഖലയാണ്. അതാണ് ആപ്റ്റ് ആയിട്ടുള്ള സംഭവം. മെത്തഡോളജി ഓഫ് സയൻസ് ഫ്ലോലെസ് ആണെന്ന് തോന്നുന്നുണ്ടോ? ഇത് സംഗതി എന്താ വെച്ചാൽ മെത്തഡോളജി നമ്മൾ ഡിവൈസ് ചെയ്തിരിക്കുന്നു, പക്ഷെ ആ മെത്തഡോളജി നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ ഇംപ്ലിസിറ്റ് ബയസസ് അതിനകത്ത് നമ്മൾ ഇൻജെക്ട് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ നമ്മൾ കാണാൻ സാധിച്ചത്. ഇങ്ങനെ നൂറ്റാണ്ടുകളായിട്ട് ഈ ജെൻഡർ ബയസ് ഇതിനകത്ത് നിലനിൽക്കുന്നത് ഈ മെത്തഡോളജി അല്ലെങ്കിൽ സയൻസിന്റെയോ മെത്തഡോളജിയുടെ കുറ്റമല്ല, അത് മനുഷ്യരുടെ കുറ്റം കൊണ്ടാണ്. നമ്മളുടെ ബയസ് നമ്മളവിടെ കൊണ്ടുവരുന്നത് കൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. അപ്പം സയൻസ് ഇസ് പെർഫെക്റ്റ് ഓക്കെ എന്ന് ആരെങ്കിലും ഇനിയും പറയുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അദ്ദേഹത്തിന് ഈ കാര്യങ്ങൾ അറിയില്ലാത്തത് കൊണ്ടാവാം, ഒരു ഇഗ്നോറൻസും ഉണ്ടാവാം, അല്ലെങ്കിൽ അതിനകത്തൊരു സെക്സിസ്റ്റ് എലമെന്റ് നമുക്ക് കാണാൻ പറ്റില്ല. ഇത് അറിഞ്ഞിട്ടും പെർഫെക്റ്റ് ഓക്കെ എന്ന് പറയുകയാണെങ്കിൽ പറ്റില്ല, അങ്ങനെ പറയാൻ ആർക്കും പറ്റില്ല. കാരണം ഫാക്ട്സ് ഡോണ്ട് കെയർ അബൌട്ട് യുവർ ഫീലിങ്സ്. ഇത്രത്തോളം ഫാക്റ്റുകൾ ഇങ്ങനെ മുമ്പിൽ നിൽക്കുകയാണ്. അപ്പൊ അതിനെ നമുക്ക് ഡിനേ ചെയ്യാൻ പറ്റില്ല, അത് ഒരു ഫാക്റ്റാണ്. അപ്പൊ നമുക്ക് സയൻസ് ഇസ് പെർഫെക്റ്റ് ഓക്കെ എന്നുള്ള ആ ഒരു കാര്യം മാത്രമേ നമ്മൾ ഇന്ന് അഡ്രസ് ചെയ്തിട്ടുള്ളൂ. ഫെമിനിസം അത് സയൻസിൽ കൊണ്ടുവരരുത്, അല്ലെങ്കിൽ ഫെമിനിസ്റ്റ് ഫിലോസഫി ഓഫ് സയൻസ് കൊണ്ടുവരരുത് എന്ന് പറയുന്ന ആ സംഗതി അത് ശാസ്ത്രത്തിനെ സഹായിക്കില്ല എന്നുള്ള വാദമാണ് നമ്മൾ അടുത്ത ഇതിൽ പോകുന്നത്. അത് സത്യത്തിൽ അതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ഒരു ടോപ്പിക് ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സയൻസിന് തെറ്റിയാൽ സയൻസിനുള്ളിൽ നിന്ന് തന്നെ തിരുത്തും എന്ന് പറയുന്നുണ്ടല്ലോ. സയൻസിനുള്ളിൽ നിന്ന് തന്നെ നിന്നുകൊണ്ട് തിരുത്തിയ സ്ത്രീകളുടെ കഥയാണ് പറയുന്നത്. ഇത് ഓരോ ഇൻസിഡന്റും പലപ്പോഴും അത് ഫെമിനിസം പ്രാക്ടീസ് ചെയ്യുന്ന സയന്റിസ്റ്റ്, ഫെമിനിസ്റ്റ് പ്രാക്ടീസ് ചെയ്യുന്ന ഫീമെയിൽ സയന്റിസ്റ്റ് ആണ്. ഇപ്പൊ ഈ ക്രേനിയോമെട്രിയുടെ കേസിലാണെങ്കിലും പിന്നെന്താണ് ഒരു കാര്യം പറയാൻ വിട്ടുപോയി, എഗ്ഗിന്റെയും സ്പേമിന്റെയും കഥ. നമ്മൾ പഠിച്ചിരിക്കുന്ന കഥ എന്ന് പറയുന്നത് എഗ്ഗ് അനങ്ങാതെ ഇരിക്കുന്നു, ഒരു അനങ്ങാപ്പാറ പോലെ ഇങ്ങനെ ഇരിക്കുന്നു, ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നു. സ്പേം കഷ്ടപ്പെട്ട് പുഴകൾ നീന്തി മലകൾ നീന്തി വളരെ അഡ്വഞ്ചറസ് ജേണി നടത്തി അവസാനം അവിടെ വന്നിട്ട് ഇടിച്ചു കയറിയിട്ട് ഫെർട്ടിലൈസേഷൻ നടക്കുന്നു എന്നുള്ള ഒരു സ്റ്റോറിയെ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഡെപിക്ഷനാണ് നമുക്ക് സ്കൂളുകളിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത്. പക്ഷെ ഇന്ന് നമുക്ക് അറിയാം, ആക്ച്വലി 93 തന്നെ ഇതൊരു ഫെമിനിസ്റ്റ് ബയോളജിസ്റ്റ് ആണ് ഇത് ക്വസ്റ്റ്യൻ ചെയ്തത്. കാരണം എഗ്ഗ് ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. എഗ്ഗിന്റെ റോള് വളരെ സിഗ്നിഫിക്കന്റ് ആണ്. എഗ്ഗ് ഇതിന് സിഗ്നൽസ് കൊടുക്കുന്നുണ്ട്, എഗ്ഗ് ഇതിന് ഒരു ഫെർട്ടിലൈസേഷൻ കോൺ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആക്റ്റീവ്ലി എഗ്ഗ് ചെയ്യുന്നുണ്ട്. പക്ഷെ എഗ്ഗിനെ നമ്മൾ അനങ്ങാപ്പാറ പോലെയാണ് സങ്കല്പിക്കുന്നത്. ഇതൊക്കെ തെറ്റായ ഡെപിക്ഷൻസ് ആണ്. അപ്പൊ ഇത് ക്വസ്റ്റ്യൻ ചെയ്ത് വരുന്നത് ഫെമിനിസ്റ്റ് ബയോളജിസ്റ്റ് തന്നെയാണ്. അപ്പം ഫെമിനിസ്റ്റ് ബയോളജി സ്യൂഡോ സയൻസ് ആണെന്ന് പറയുമ്പോൾ
എങ്ങനെയാണ് ഫെമിനിസ്റ്റ് ബയോളജിസ്റ്റ് ആക്ച്വലി ഇങ്ങനെയുള്ള ഓരോ വയസ്സിനെയും ഒരു അപ്ഹിൽ ബാറ്റിലാണ്. കാരണം ഇതൊക്കെയാണ് ആക്സെപ്റ്റഡ് ഫാക്ട്. ഇതിനെതിരെ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു അപ്ഹിൽ ബാറ്റിലാണ്. അപ്പം സ്ത്രീകൾ എങ്ങനെയാണ് മുമ്പോട്ട് വന്ന്, അത് സയൻസിനുള്ളിലെ സ്ത്രീകൾ, അല്ലാതെ ഒരു നമ്മൾ ഫെമിനിസം എന്ന് പറയുമ്പോൾ നമ്മുടെ അല്ല പലരുടെയും മനസ്സിൽ വരുന്നത് മറ്റേ പൊട്ടൊക്കെ തൊട്ട് ക്ലബിൽ പോകുന്ന അല്ലെങ്കിൽ പ്ലക്കാർഡ് പിടിക്കുന്ന അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അതെ, സുകുമാരിയൊക്കെ ഓർമ്മ വരും പലർക്കും മനസ്സിൽ. അങ്ങനെ ഒരു കാരിക്കേച്ചറാണ് നമ്മുടെ കൾച്ചർ നമുക്ക് തരുന്നത്. പക്ഷെ സയൻസിനുള്ളിലെ ഫെമിനിസ്റ്റുകൾ ഇതെങ്ങനെയാണ് ഇത് ഓരോന്ന് കൗണ്ടർ ചെയ്യുന്ന പറഞ്ഞാൽ അതൊരു വളരെ ഹീറോയിക് ആയിട്ടുള്ള ഒരു ജേണിയാണ്. അതൊരു വല്ലാത്തൊരു കഥയാണ്. അപ്പം അവർ എങ്ങനെയാണ് ഇതിനെ കൗണ്ടർ ചെയ്തതെന്ന് നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. അതിനായി അടുത്ത എപ്പിസോഡിൽ കാത്തിരിക്കുക എന്ന് പറയാൻ പറ്റുള്ളൂ. അവിടെ നമുക്ക് വേണമെങ്കിൽ ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാല്ലേ, അതായത് ആണുങ്ങൾ ചെയ്താലും പെണ്ണുങ്ങൾ ചെയ്താലും സയൻസ് തന്നെ അല്ലേ എന്നൊക്കെ ചിലർ ചോദിക്കല്ലേ. ഈ ആണുങ്ങള് മൈക്രോസ്കോപ്പിൽ നോക്കുമ്പോഴും പെണ്ണുങ്ങൾ മൈക്രോസ്കോപ്പിൽ നോക്കുമ്പോഴും ഒന്നല്ലേ കിട്ടുന്നത്, എന്താണ് അവിടെ വ്യത്യാസം എന്നൊക്കെയുള്ള ഭീകരമായ ചോദ്യങ്ങൾ നമുക്ക് അടുത്ത സെഷനിൽ അഡ്രസ് ചെയ്യാന്ന് കരുതുന്നു. കൺക്ലൂഷൻ ആയിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ ഞാൻ ആദ്യമേ പറഞ്ഞു, ഒരു ഗ്രൂപ്പ് ഓഫ് സയൻസ് കമ്മ്യൂണിക്കേറ്റേഴ്സ് ആണ് ഇതിനെ ഭയങ്കരമായി എതിർക്കുന്നത്. അപ്പൊ നമ്മള് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ ബയസുകൾ എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളൊരു ഫാക്റ്റ് ആണ്, നമുക്ക് അതിനെ ഡിനൈ ചെയ്യാൻ പറ്റില്ല. ഈ ബയസിനെ നമ്മൾ നേരിടേണ്ട രീതി അത് സയൻസിനുള്ളിൽ നിന്ന് തന്നെ ചെയ്താൽ പോരെ, അല്ലെങ്കിൽ ഫെമിനിസം കൊണ്ടുവരുമ്പോൾ അതൊരു പൊളിറ്റിക്കൽ ഇതല്ലേ, ഒരു ബയസ് അല്ലേ നിങ്ങൾ കൊണ്ടുവരുന്നതെന്ന് പറയുമ്പോൾ അത് തെറ്റായ ഒരു അപ്രോച്ചാണ് അത്. കാരണം അങ്ങനെ സയൻസിനുള്ളിൽ നിന്ന് തന്നെ ഡീൽ ചെയ്താൽ പോരെന്ന് പറഞ്ഞാൽ എന്നാൽ പിന്നെ എന്തേ ഡീൽ ചെയ്യാഞ്ഞ, ഈ ആൾക്കാർ എന്താണ് ഡീൽ ചെയ്യാഞ്ഞത്? ആക്ച്വലി ഇത് ഡീൽ ചെയ്ത് ഫെമിനിസ്റ്റ് ബയോളജിസ്റ്റ് ആണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമുക്ക് അടുത്ത സെഷനിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട്. മാത്രമല്ല ഇത് അകത്തുനിന്ന് തന്നെ അല്ലെന്ന് ചോദിക്കുമ്പോൾ ഈ ഫെമിനിസ്റ്റ് ബയോളജിസ്റ്റ് വെളിയിൽ നിന്ന് വന്നവരല്ലോ, അവര് സയൻസ് ഇതിനകത്ത് ഉള്ളതാണ്. അപ്പോ അവരിത് കണ്ടിട്ടല്ലേ ഇത് പറഞ്ഞത്, എന്തായാലും നിങ്ങൾ എല്ലാം ആൻഡ്രോസെൻട്രിക് വ്യൂവിൽ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അതെ, അത് ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു സംഗതി ആയിരിക്കും അത് അടുത്തത്. ഓക്കെ, നമുക്കിനി അടുത്ത സെഷനിൽ ഫെമിനിസ്റ്റ് ബയോളജിസ്റ്റിന്റെ കോൺട്രിബ്യൂഷൻസ്, അവരെന്തൊക്കെ ബാറ്റിൽസ്, ഫിലോസഫിയെ കുറിച്ച് പറയാം. എന്താണ് അവരുടെ തിയറി, ആ ഫിലോസഫിയും പറയാം. തിയറീസ്, ഫെമിനിസ്റ്റ് ഫിലോസഫി തിയറീസ് ആൻഡ് ഹിസ്റ്റോറിക്കലി എന്തൊക്കെ തിയറീസിൽ അവർ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നൊരു കംപ്ലീറ്റ് പിക്ചർ ആവും. അപ്പോൾ താങ്ക്സ് രാജേഷ്, താങ്ക്സ് ഫോർ കമ്മിങ് ടു റിഡക്റ്റ്. അടുത്ത സെഷനിൽ കാണാം. അപ്പം ആ വോക്ക് മുദ്ര പതിഞ്ഞങ്ങടെ കിട്ടട്ടെ. ശരി, അത് കുഴപ്പമില്ല. എന്നാ ശരി, ടാറ്റ. ഓക്കെ.